അസ്സലാമു അലൈക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഏറെ സ്നേഹം നിറഞ്ഞ എഞ്ചിനീയറിംഗ് കോൺഫറൻസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനിയന്മാരെ, വിദ്യാർത്ഥികളെ, നിങ്ങൾക്കൊക്കെ ബോറടിച്ചോ? നിങ്ങൾ ആ ചെയർ അത്ര തന്നെ കംഫർട്ടബിൾ അല്ലാന്ന് എനിക്ക് തോന്നുന്നത്. കുറെ നേരമൊക്കെ ഇരിക്കാൻ പറ്റിയ സുഖം അതിലുണ്ടോ? ഒരു രണ്ട് കൈയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സുഖം ഉണ്ടാവും എന്ന് വിചാരിക്കണ്ടേ. ആയിക്കോട്ടെ, എന്തായാലും ഈ ഒരു സെഷന്റെയും ഈ പ്രോഗ്രാമിന്റെയും എല്ലാം ഒരു അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ വളരെ പ്രാധാന്യമേറിയ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ പോണത്. പൊതുവിൽ നമ്മളെ സർക്കഡിക് റിതം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മളെ ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ടല്ലോ, ബയോളജിക്കൽ ക്ലോക്കിൽ നമ്മൾ ഏറ്റവും വീക്കാവുന്ന രണ്ട് സമയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഏതെന്നറിയോ? ഏത്? ഈ 12 മണി സമയം. ഒന്നൊന്ന് ഉറങ്ങാനൊക്കെ തോന്നുന്ന, ഒന്ന് തൂങ്ങാൻ തോന്നുന്ന സമയമാണ്. പക്ഷെ ആ സമയത്ത് തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വിഷയം എടുത്തിടാനുള്ള കാരണം എന്തായിരിക്കും? നമ്മൾ ഉറക്കം തൂങ്ങാതിരിക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ വിഷയം. ഇപ്പൊ നേരത്തെ കരിയറിനെ കുറിച്ച് പറഞ്ഞു. ഇനി കരിയറിനപ്പുറത്തേക്ക് നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ നേരിടാൻ പോകുന്ന ചില വെല്ലുവിളികളെ കൂടിയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. തീർച്ചയായും നമ്മുടെ ഒരു മുസ്ലിം എന്ന നിലക്ക്, ഒരു വിശ്വാസി എന്ന നിലക്ക്, നമുക്ക് നേരത്തെ ഞാൻ എൻ്റെ ടോക്കിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു വ്യക്തതയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ആവണം, എങ്ങനെ ആവരുത് എന്ന കാര്യത്തിലെല്ലാം വളരെ വ്യക്തതയുള്ള ഒരു മാർഗനിർദ്ദേശം ലഭിച്ച ആളുകളാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലോകത്ത് പൊതുവിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഏതൊക്കെ തരത്തിലുള്ള പുതിയ ചർച്ചകൾ വരുമ്പോഴും നമുക്കതിലെന്തില്ല, ഒരു ദീനിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിലൊരു നിലക്കുള്ള ആശയക്കുഴപ്പങ്ങൾക്ക് ശരിക്ക് സ്ഥാനമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. അതിലിപ്പോ നിഷാദ് സൽഫി പറഞ്ഞ ഒരു ഐഡിയോളജി, നമ്മൾ ആദർശപരമായിട്ട് നമുക്കൊരു സൈഡ് ഉണ്ട്. ഇപ്പൊ നേരത്തെ തൗഹീദിനെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളെ കുറിച്ച്, ഇബാദത്തുകളെ കുറിച്ച് പറഞ്ഞു. പക്ഷെ അതിനേക്കാൾ എല്ലാം അപ്പുറത്തേക്ക് ഐഡന്റിറ്റി എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ ഈ അടുത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നോർത്ത് ഇന്ത്യയിലെ ഏതോ ഒരു ഷോയിൽ വെച്ചിട്ട് ആരോ ഒരാള് ഈ കേരള സാർ 100% ലിറ്ററസി സാർ എന്ന് പറഞ്ഞു. ഇത് കണ്ട പാടെ മലയാളികൾ മൊത്തം എണീച്ചു. കമന്റ് ബോക്സിലൊക്കെ ആകെ തെറിവിളിയാണ്. വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളെ പറയാൻ നിങ്ങൾ ആയിട്ടില്ല എന്നുള്ളതാണ്. കാരണം മലയാളി എന്ന ഐഡന്റിറ്റി അത് നമുക്ക് ഭയങ്കര ആവേശമാണ്. അതിപ്പോ ഈ കോളേജുകളുടെ വിഷയത്തിലുണ്ട്. ഇപ്പൊ TKM കോളേജിലെ കുട്ടികളെ, CET-യിലെ 2 കുട്ടികൾ വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 കുട്ടികൾ മാത്രമാണ് അത് കൊള്ളുക? അല്ല, ആ കോളേജ് ഇളകും. കാരണം കോളേജ് നമ്മുടെ ഐഡന്റിറ്റിയാണ്. ഇതുപോലെ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ജനനം മുതൽ മരണം വരെയും നമ്മുടെ ഐഡന്റിറ്റിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. മുസ്ലിം എന്നത് നമ്മൾ ഐഡന്റിറ്റിയായി സ്വീകരിക്കുന്നതോട് കൂടി എന്ത് സംഭവിച്ചെന്നറിയോ? അതിൽ പിന്നെ ചോയ്സ് ഇല്ല. ഇപ്പൊ ചിലർ ചോദിക്കാറുണ്ട്, ഹിജാബ് ഒരു ചോയ്സ് അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ പറയാ, ഹിജാബ് ഒരു ചോയ്സ് അല്ല, ഇസ്ലാം ഒരു ചോയ്സ് ആണ്. ഒരാൾക്ക് മുസ്ലിം ആവണോ എന്ന് തിരഞ്ഞെടുക്കാം, അതിൽ നമുക്ക് നിർബന്ധം ചെലുത്താൻ പറ്റില്ല. പക്ഷേ മുസ്ലിം ആണെങ്കിൽ ആ ഇസ്ലാമിനുള്ളിലെ നിർബന്ധമായ കർമ്മമാണ് ഹിജാബ് ധരിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതുപോലെ ഐഡന്റിക്കലി നമ്മൾ മുസ്ലിം ആയി മാറുമ്പോൾ നമ്മുടെ ചുറ്റും മറ്റ് പല ഐഡിയോളജികൾ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് യഥാർത്ഥത്തിൽ ലിബറലിസം എന്ന് പുതിയ കാലത്ത് വിളിക്കുന്ന ഐഡിയോളജി. യെസ്, ലിബറലിസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ ഒരു വളരെ വിശദമായ തലങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോവുകയും വേണം. ഇപ്പോൾ എന്താ പറയുക, പ്രത്യേകിച്ചൊരു വൃത്തമില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു ഇത് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാം, എങ്ങനെയും പോകാം, എങ്ങനെയും മുന്നോട്ട് പോകാം. ഒരു വൃത്തത്തിനകത്ത് നിൽക്കാൻ എന്തില്ല, ഞാൻ തയ്യാറല്ല എന്ന ഒരു തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ ഈ ലിബറൽ ആശയങ്ങളുടെ ഒരു റിസൾട്ട് എന്ന്, അത് ഉണ്ടാക്കിയെടുക്കുന്നത്, സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അതാണ്. എങ്ങനെ പ്രത്യേകിച്ച് ഒരു സർക്കിളിനകത്ത് നിൽക്കാതെ എങ്ങനെയും ഏത് നിലക്കും ഏത് വിധേനയും മുന്നോട്ട് പോകാമെന്ന് പറയുന്ന ഒരു രീതിയാണ് മനുഷ്യൻ്റെ ഉള്ളിൽ
ഈ ലിബറൽ ആശയങ്ങൾ ഉണ്ടാക്കുന്ന അതിൻ്റെ ഒരു ഫലം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അതിനിപ്പോ എളുപ്പത്തിൽ പറയാവുന്ന ഒരു ഉദാഹരണം എന്താണെന്നറിയോ? നിങ്ങൾ കോളേജിൽ ഒരു DJ പാർട്ടി, ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഒരു പ്രോഗ്രാം, കോൺവൊക്കേഷൻ പ്രോഗ്രാമിന്റെ ലാസ്റ്റ് ഒരു കൾച്ചറൽ ഈവന്റ്. ആ കൾച്ചറൽ ഈവന്റിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാപ്പറാണ് വരുന്നത്. നിങ്ങൾ ചിന്തിക്കുക, ഒരു മുസ്ലിം ആയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ആ ഇടങ്ങളിൽ എത്താൻ അനുവദിക്കാത്തതാണ്. ഒരിക്കലും ഒരു നിശാ പാർട്ടിയിൽ പോയി തുള്ളിച്ചാടാനോ അവിടെ മദ്യപിക്കാനോ അത്തരം കൾച്ചറിലേക്ക് ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതൊരു ചോദ്യമല്ല അവിടെ പോണോ പോണ്ടേ എന്നുള്ളത്. പക്ഷേ പുതിയ കാലത്ത് ലിബറൽ ആശയങ്ങൾ നമ്മുടെ എല്ലാം അടുക്കിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താണെന്നറിയോ, നമുക്ക് തന്നെ പലപ്പോഴും തോന്നുക, പോയാൽ ഇപ്പം എന്താ പ്രശ്നം, ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് അല്ലേ, ഇതും കൂടി പറ്റില്ല. ചില ആളുകളൊക്കെ ഈ സിനിമയെ കുറിച്ചൊക്കെ പറയുമ്പോൾ അങ്ങനെ ചോദിക്കാറുണ്ട്, സിനിമ കാണാനും പറ്റില്ല എന്ന് ചോദിക്കും. നമ്മളപ്പോൾ വിചാരിക്കുക സിനിമ മാത്രമല്ലേ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ എന്ന് നമ്മൾ ചോദിക്കും. പൊതുവിൽ എന്ത് കാര്യങ്ങളിലും എന്തുകൊണ്ട് അത് പറ്റില്ല എന്ന ചോദ്യത്തിന് ഉത്തരം മതം നമ്മുടെ ഐഡന്റിറ്റി എന്നതാണെങ്കിൽ അതിനൊന്ന് പൊട്ടിച്ചെറിഞ്ഞിട്ട് ഒന്ന് പുറത്തേക്ക് പോവുക, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തും ചെയ്യാൻ പറ്റുക എന്നൊരു ആശയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം ചർച്ചയായ 2 കുട്ടികൾ, അവര് ചർച്ച ചെയ്യാനുള്ള കാരണം ആ ഒരു പരിപ്രേക്ഷ്യം ഒന്ന് പറയാൻ തോന്നുന്നുണ്ട് അല്ലേ? അതെ, ആ ഒരു ഏഷ്യാനെറ്റ് ചാനലിലെ ഒരു പ്രോഗ്രാം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവല്ലോ അല്ലെ? ചാനലിലെ പ്രോഗ്രാം കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ചർച്ച കേട്ടിട്ടുണ്ടോ? എന്നാലും ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവാനാണ് സാധ്യത, കാണാൻ സാധ്യത ഉണ്ട്. ഇനി ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം, ആ ഒരു പ്രോഗ്രാമിന്റെ പേരൊന്നും ഇവിടെ പറയുന്നില്ല. ഏതായാലും ഒരു പ്രോഗ്രാമിൽ വെച്ച് LGBTQ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ ആരംഭിച്ചു. ഇപ്പോൾ ആ ചർച്ചകളുമായി ചുറ്റിപ്പറ്റിയിട്ടാണ് അതിന്റെ ആശയങ്ങളൊക്കെ നടന്നു പോകുന്നത്. ഇപ്പൊ അവർ പറയുന്നത് ദീനുമായി ബന്ധപ്പെട്ട മതപരമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ മുൻപ് അവർ ആ പരിപാടിക്ക് പോണതിന് മുൻപ് പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. അത് നമ്മുടെ വിഷയത്തിലേക്ക് നമ്മളെ എളുപ്പത്തിൽ എത്തിക്കാൻ പറ്റിയ ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കാണാം. എന്താണ് നമ്മൾ ഈ പറയുന്ന ലിബറൽ ആശയങ്ങളുടെ ബേസ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിനെ പറ്റി പ്രത്യേകിച്ച് ഇതൊന്നും തോന്നിയില്ല. ഡ്രസ്സ് മാറി, അതുപോലെ തന്നെ ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലും കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട്. ഡ്രസ്സിങ് ഞങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം തോന്നി, ഞങ്ങൾ ചേഞ്ച് ആക്കി. ഞങ്ങൾക്ക് ഇനിയിപ്പോ ബാക്ക് ടു തട്ടിടണം തോന്നി, ഞങ്ങൾ തട്ടിടും. തട്ടിടണ്ടെന്ന് തോന്നി ഞങ്ങൾ തട്ടിടൂല. ഇറ്റ് സോൺലി ഡിപ്പെൻഡ് ഓൺ അസ് ബോത്ത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഈ കുട്ടിയെ ഒരു പക്ഷേ നിങ്ങൾ പരിചയം ഉണ്ടാവും. ലെസ്ബിയൻ ആയി സ്വയം ഐഡൻറ്റിഫൈ ചെയ്തു എന്ന് വാദിച്ച് മറ്റൊരു പെൺകുട്ടിയോടൊപ്പം ജീവിക്കുന്ന ഒരാൾ. 2 പേരും ഞങ്ങൾ ഇവരുടെ എൻഗേജ്മെൻറ്റ് BBC റിപ്പോർട്ട് ചെയ്തു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കേരളത്തിലെ 2 പെൺകുട്ടികൾ ഞങ്ങൾ ലെസ്ബിയൻ കപ്പിളാണ് എന്ന് പ്രഖ്യാപിച്ച് ഞങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് തീരുമാനിച്ച് അതിൻ്റെ എൻഗേജ്മെൻറ്റ് BBC റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതിന് വേറെ കുറേ കാരണങ്ങളുണ്ട്. അത് ലോകത്തെ ആദ്യത്തെ ലെസ്ബിയൻ ഇവരായതുകൊണ്ടൊന്നല്ല, ഇവരുടെ പേര് ആദിലയും നൂറയും ആയതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അതങ്ങനെ വന്നത് എന്നത് നമുക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, എന്താണ് ആ കുട്ടി പറയുന്നത്? പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിൽ മാറ്റമൊന്നും ഇല്ല. ഞാൻ എന്ത് ചെയ്തു, എനിക്ക് തട്ടം വേണ്ടെന്ന് തോന്നി, എൻ്റെ ഡ്രസ്സിങ് വേറെ രൂപത്തിലാകണമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഞാൻ അങ്ങനെയായി. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം, പർദ്ദ ധരിക്കണമെങ്കിൽ അതും റെഡിയാണ്, അതും ധരിക്കാം. അല്ലെ? കേൾക്കുമ്പോൾ വളരെ രസകരമായ ഒരു വാചകമാണത്. ഭയങ്കര സ്വാതന്ത്ര്യത്തിൻ്റെ വിശാലമായ വാതായനങ്ങൾ തുറന്നു തരുന്ന ഒരു ഭയങ്കര സംഭവമായിട്ട് നമുക്കിത് കേൾക്കുമ്പോൾ തോന്നും. അല്ല, അവര് പ്രധാനമായും പറയുന്ന വാദവും അതാണ്. ഇതാണ് സ്വാതന്ത്ര്യം. ഇപ്പൊ മതം പറയുന്ന തട്ടമിടൽ അത് സ്വാതന്ത്ര്യത്തെ ഹനിക്കലാണ്. സ്വാതന്ത്ര്യം എന്താണ്? എനിക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി എന്നുള്ള ചോയ്സ് ആണ് എന്നുള്ളതാണ്. അത് ശരിയാണ്, ഇന്ത്യൻ ഭരണഘടന അവർക്ക് നൽകുന്ന ഒരു ചോയ്സ് ആണ്, വേണമെങ്കിൽ ധരിച്ചാൽ മതി എന്നുള്ളത്. പക്ഷേ ഇവിടെ മതത്തിനുള്ളിലേക്ക് ഈ ലിബറൽ ആശയങ്ങൾ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നവരോ, ഇത് പെൺകുട്ടികളുടെ വിഷയം മാത്രമല്ല, നിങ്ങൾക്ക് ആൺകുട്ടികളുടെ വിഷയത്തിൽ ഒരു വിഷയം കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് കാണാം. ആൺകുട്ടികളുടെ വിഷയത്തിൽ പലപ്പോഴും പല കാര്യങ്ങളിലും അവരെടുക്കുന്ന തീരുമാനങ്ങൾ പല ഇടങ്ങളിലേക്ക് പോകുന്നതിലൊക്കെ പലപ്പോഴും പെൺകുട്ടികൾ അത്ര ചോദ്യങ്ങൾ നേരിടേണ്ടി വരില്ല. നമ്മുടെ സൊസൈറ്റിന്റെ ഒരു പ്രത്യേകത കൂടിയാണത്. സ്വാഭാവികമായിട്ടും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു കുട്ടിയുടെ ഒരു ചെറിയ ചിന്ത നിങ്ങൾക്കൊന്ന് കാണാം. മുടിക്ക് നല്ലോണം ഉണ്ടായിരുന്ന മുടി വെട്ടിയാൽ അഡ്മിഷൻ തരാനുള്ളതെന്ന് പറഞ്ഞു. അത് തന്നെ മുടി വെട്ടിയത്. ക്ലാസ്സിൽ നിന്ന് ടീച്ചർ വിളിച്ചിട്ട് ആകെ സീനാക്കി. പിന്നെ എല്ലാ ടീച്ചർമാരും നന്നായി നിർബന്ധിച്ചു മുടിയട്ടെ. അങ്ങനെ മുടിയട്ടി. എനിക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഈ സ്കൂളിൽ നിന്ന് മുടിയുടെ പേര് വെച്ചിട്ട് എന്നെ അടിക്കുക, ഫോഴ്സിങ് അതൊക്കെ ഉണ്ടായിരുന്നു. അതിന് പുറത്താണ് ഈ മുടിയെ വെട്ടിന്റെ വന്നത്. എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഞാൻ മുടി വളർത്തുന്നത്. ഇതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഈ മുടി വെട്ടാൻ പറയണോണ്ട് അവരെന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതിപ്പോ എന്റെ തലയിൽ വളരുന്നതിന് അവർക്ക് എന്താ ബുദ്ധിമുട്ടുണ്ടാവും? മുടി വളർത്തിയോണ്ട് ഞാൻ മോശമുണ്ടോ എന്നൊക്കെ പറഞ്ഞാലും ഇഷ്ടപ്പെട്ട് മുടി വളർ. ഓക്കെ, നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ഇതാണ് പൊതുവിൽ ഈ ലിബറൽ ചിന്ത എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് വളരെ ക്ലിയർ ആവാൻ വേണ്ടി പറയാണ്, എനിക്കിഷ്ടം മുടി വളർത്താനാണ്. എനിക്കിഷ്ടമാണ്. അതെ, എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാനത് ചെയ്യും. എൻ്റെ ഇഷ്ടം അതാണ്.
അപ്പൊ പൊതുവിൽ ഈ ഇഷ്ടത്തിന്റെ വിഷയത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്നറിയോ, ഈ ഇഷ്ടങ്ങൾ തീരുമാനിക്കപ്പെടുക ഈ സോഷ്യൽ മീഡിയയിലും ഇപ്പോഴത്തെ ട്രെൻഡിന്റെ ഒക്കെ പേരിലായിരിക്കും. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഭയങ്കര ട്രെൻഡിങ് ആയ ചില റാപ്പർമാരൊക്കെ ഉണ്ട് കേരളത്തിൽ. ഇപ്പോൾ വേടൻ അറിയപ്പെടുന്ന ഒരു റാപ്പറാണ്. വേടന്റെ പാട്ടുകളൊക്കെ ടെക്സ്റ്റ് ബുക്കുകളിലടക്കം പ്രിന്റ് ചെയ്ത് വന്നു. പക്ഷേ ഇത്തരം ആളുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ട്രെൻഡ് എന്ന് പറയുന്നത് എന്താണ്? രാത്രികളിൽ തുള്ളിച്ചാടാനും ആടി തിമിർക്കാനൊക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യമാണ്. ഈ സ്വാതന്ത്ര്യത്തിൽ നിരന്തരം കാണുന്നൊരു കുട്ടി അവന്റെ ഇഷ്ടമായി രൂപീകരിക്കുന്ന എന്താണ്? രാത്രിയിൽ പുറത്തിറങ്ങണം. അപ്പൊ വാപ്പിയും പറയാണ് രാത്രിയിൽ പുറത്തിറങ്ങണ്ട, രാത്രിയിൽ പുറത്തിറങ്ങുന്നത് സേഫ് അല്ല എന്ന് പറഞ്ഞാൽ അവന്റെ മറുചോദ്യം എന്താണ്? എന്റെ ഇഷ്ടമല്ലേ? എൻ്റെ ഇഷ്ടം. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ബേസിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ലിബറലിസം ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് ലിബറൽ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളൊക്കെ ആലോചിക്കുന്നത് ഫ്രീഡത്തെ കുറിച്ചും ഇക്വാലിറ്റിയെ കുറിച്ചൊക്കെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് ഉദാഹരണം ഞാൻ പറയാം. കേരളത്തിൽ ബാലുശ്ശേരിയിലെ ഒരു സ്കൂളിൽ വെച്ച് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാർ. ഈ യൂണിഫോം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിന്റെ പ്രധാന ഉദ്ദേശമായി അവർ പറഞ്ഞത് സ്ത്രീകളും പുരുഷന്മാരും ഈക്വൽ ആവണമെന്നായിരുന്നു. ഇപ്പൊ ഫ്രീഡം പറഞ്ഞ പോലെ തന്നെ ഈക്വൽ ആവണമെന്നായിരുന്നു. ഇത് കേട്ട പാടി കേൾക്കാത്ത പാടി എല്ലാവരും ഇറങ്ങുകയാണ്. എന്താണ് ഉദ്ദേശം എന്നറിയോ? ഇക്വാലിറ്റിക്ക് വേണ്ടി പോരാടേണ്ടതെന്നാണ്. പക്ഷെ ശരിക്കും ഇത്തരം ഫ്രീഡത്തിന്റെയും ഇക്വാലിറ്റിന്റെയും എല്ലാം പിന്നിൽ എന്താശയമാണ് ഒളിഞ്ഞു കിടക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇനി ഇപ്പൊ നമ്മൾ 2 ഉദാഹരണങ്ങളാണ് എടുത്തത്. ഒന്ന് മുടിയുടെ വിഷയമാണ്, 2 ഹിജാബിന്റെ വിഷയമാണ്. ഇനി ഇതേ ആശയം തന്നെ കുറച്ചുകൂടി ഒന്ന് മറികടന്ന് പോയാൽ, കുറച്ചുകൂടി ഒന്ന് അറ്റത്തിലേക്ക് പോയാൽ എന്താണ് സംഭവിക്കുക നിങ്ങൾക്കൊരു ക്ലിപ്പിൽ കാണാൻ പറ്റും. നമ്മുടെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അതിൽ വേറൊരാൾക്കും കയറി അഭിപ്രായം പറയാനോ കുരുവട്ടേണ്ട കാര്യമില്ല. മറ്റേതെങ്കിലും എതിരഭിപ്രായം ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? നിങ്ങളുടെ ക്യാമ്പസ് ഒക്കെ എത്ര പുരോഗമനപരമായി ചിന്തിക്കുന്നു. ഓക്കെ, നിങ്ങൾ കേട്ടോ? അത് എന്താ പറഞ്ഞത് കേട്ടിരുന്നോ? ഇപ്പൊ നേരത്തെ പറഞ്ഞ മുടിയെക്കുറിച്ച് തട്ടത്തെക്കുറിച്ചൊക്കെ ആയിരുന്നു. ഇപ്പൊ പറയുന്നത് വെച്ചാൽ എന്റെ സെക്ഷുവാലിറ്റി തീരുമാനിക്കുന്നത് എന്റെ ഇഷ്ടമാണ്. എന്താണ് സെക്ഷുവാലിറ്റി എന്ന് അറിയോ നിങ്ങൾക്ക്? 1950 വരെ സെക്സും ജെൻഡറും ഒന്നായിരുന്നു. സെക്സും ജെൻഡർ എന്ന് പറയാൻ നമ്മൾ ആദ്യം എന്താ പറയാ? മെയിലും ഫീമെയിലും എന്നല്ലേ പറയാ. പക്ഷെ 50 കഴിഞ്ഞപ്പോ സെക്സും ജെൻഡറും വേറെയായി. സെക്സ് എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ അസൈൻഡ് ആയിട്ടുള്ളത് എന്താണ്? ആരോ ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കണ നീ ആണാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന സാധനം. ജെൻഡർ എന്ന് പറയുന്നത് നമുക്കിങ്ങനെ വളർന്നു വരുമ്പോൾ തോന്നുന്ന വാട്ട് ഐ ഫീൽ എന്ന ഒരു ദന്തത്തിലേക്ക് അവർ മാറ്റി. അപ്പൊ എന്ത് സംഭവിച്ചെന്ന് അറിയോ? കോളേജിലേക്ക് ഇപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന റിപ്പോർട്ടറാണ് പറയുന്നത് എത്ര പുരോഗമനപരമാണ് നമ്മുടെ ക്യാമ്പസ്. എന്താണ് പുരോഗമനം? സ്വന്തം സെക്ഷുവാലിറ്റി, ഞാൻ ആണോ പെണ്ണോ എന്ന് തീരുമാനിക്കാനുള്ള ഇഷ്ടവും എന്റേതാണെന്നാണ്. ശരിക്കും ഒരേ ഒരു കാരണമാണ് രണ്ടിലും വർക്ക് ചെയ്യുന്നത്, എന്റെ ഇഷ്ടം. അതെ. അപ്പോ അതായത് നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, മുടി വെട്ടണോ വളർത്തണോ എന്നത് അതെൻ്റെ ഇഷ്ടമാണ്. ഡ്രസ്സ് ഏത് ധരിക്കണം എന്നത് എൻ്റെ ഇഷ്ടമാണ്. എന്നതുപോലെ എൻ്റെ സെക്ഷുവാലിറ്റിയും എൻ്റെ തോന്നലനുസരിച്ച് ഞാൻ തീരുമാനിക്കും. അത് സമൂഹം ആ നിലക്ക് നേരത്തെ എനിക്ക് രക്ഷിതാക്കൾ അങ്ങനെ അല്ലെങ്കിൽ എൻ്റെ ജെൻഡർ അനുസരിച്ച് ഉണ്ടാകേണ്ട ഒന്നല്ല എന്നതിലേക്ക് നിങ്ങൾ ഈ ആ മാറ്റം ശ്രദ്ധിക്കുന്നുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഒരു നിയമം അപ്ലൈ ചെയ്യുമ്പോൾ അത് മുടിയിൽ നിൽക്കൂല, ഡ്രസ്സിൽ നിൽക്കൂല, അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കൂടി അത് അപ്ലൈ ചെയ്യപ്പെടുന്ന ഒരു സീനാണ് നമ്മളിവിടെ കണ്ടത്. ഇപ്പൊ ഏറ്റവും അവസാനം സംഭവിച്ചത് എന്താണ്? ആ ഒരു പരിപാടിയിൽ വെച്ച് മലയാളത്തിന്റെ മഹാനടൻ പറയാണ് നിങ്ങളാരാണത് തീരുമാനിക്കാൻ? അതാണല്ലോ ചോദ്യം. നിങ്ങൾക്ക് എന്ത് അവകാശമാണിത് പറയാൻ? അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തിനേയും ന്യായീകരിക്കാനുള്ള തെളിവായിട്ട് എൻ്റെ ഇഷ്ടം എന്ന ഒരു കാരണം മാറും. അങ്ങനെ മാറിയാൽ എന്ത് എന്നതാണ് പലപ്പോഴും ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും വലിയ ചോദ്യം. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ പലപ്പോഴും തോന്നിയൊരു തോന്നലുണ്ടാവും. ഇപ്പോൾ DJ പാർട്ടിക്ക് പോണ ഒരാള്, അതിലിപ്പോ എന്താ പ്രശ്നം? അയാൾ മാത്രമല്ലേ പോണത്, അയാൾ അങ്ങനെ പോയാൽ അത് അയാളുടെ ഇഷ്ടമല്ലേ? ഇങ്ങനെ എല്ലാവരും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ തീരുമാനിച്ചാൽ, ഐഡന്റിറ്റി ഇല്ലാതെ ഞാൻ മുസ്ലിമാണ്, ഞാൻ എത്തീസ്റ്റ് ആണ് എന്നൊക്കെ പറയുമല്ലോ, ഇങ്ങനെ ഐഡന്റിറ്റി ഇല്ലാതെ ജീവിക്കാൻ തുടങ്ങിയാൽ എന്താണ് സംഭവിക്കുക എന്ന അപകടത്തിലേക്കാണ് നമ്മൾ ഇനി വിരൽ ചൂണ്ടുന്നത്. ഇനി നമ്മൾ ഒരൊറ്റ ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. ആ ടോപ്പിക്കിന്റെ ഒരു നാൾ വഴി മാത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ അപകടം മനസ്സിലാവും. ഒന്നാമത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സഞ്ചാരി, നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരാള്, അദ്ദേഹത്തിന്റെ സെക്ഷുവാലിറ്റിയെ കുറിച്ച് പറഞ്ഞൊരു വർത്തമാനം നമുക്കൊന്ന് കേൾക്കാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇനി എനിക്ക് വിവാഹം കഴിക്കുക എന്ന ഒരു കാര്യം താല്പര്യമില്ലെന്നിരിക്കട്ടെ. എനിക്കൊരു ഭാര്യയെ കൂടെ കൊണ്ടുനടക്കാനോ പോറ്റാനോ ഉള്ള ഒരു ചുറ്റുപാടില്ല. ഞാനൊരു വിവാഹത്തിന് തയ്യാറല്ല. പക്ഷെ എനിക്ക് സെക്സ് ആവശ്യമായിട്ട് വരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം പറയും? ശരിയാണ്, അതിന് ഒരു സാഹചര്യമില്ല. സൊല്യൂഷൻ ഫോർ ദാറ്റ് വേണ്ടേ? എനിക്ക് വിവാഹം കഴിക്കാനോ ഒരു ഭാര്യയെ പോറ്റാനോ എനിക്കൊരു ഭാര്യയെ പെണ്ണ് തരാനോ ഒരാളില്ലെന്ന് വിചാരിക്കും. എന്റെ ചില പ്രത്യേക സ്വഭാവം ഉണ്ടാവാം, എന്റെ ചില പ്രത്യേക ശാരീരിക പ്രത്യേകത ഉണ്ടാവാം, ചില എന്ത് കാരണമാട്ടെ, എന്റെ സാമ്പത്തിക അവസ്ഥ വെച്ചിട്ടാവാം എനിക്ക് ഒരു ഭാര്യയെ കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ, എനിക്കൊരു ഭാര്യയെ ജീവിതകാലം മുഴുവൻ പോറ്റാൻ താല്പര്യമില്ലെങ്കിൽ, യെസ്,
കുറച്ചും കൂടി അപ്പുറത്തേക്ക് നമ്മൾ എത്തി. എന്താണ്? എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, എനിക്ക് ഭാര്യയെ പോറ്റാൻ താല്പര്യമില്ല, എനിക്ക് കുട്ടികളെ നോക്കണ്ട, പക്ഷെ എനിക്ക് ലൈംഗികത വേണം. അപ്പോൾ ഞാൻ എന്തു ചെയ്യും? സ്വാഭാവികമായും നേരത്തെ പറഞ്ഞ മുടിവെട്ടാനുള്ള ഇഷ്ടം പോലെ, ഡ്രസ്സ് മാറാനുള്ള ഇഷ്ടം പോലെ, സെക്ഷുവാലിറ്റി തീരുമാനിക്കാനുള്ള ഇഷ്ടം പോലെ, എന്താണ്, തോന്നിയിടത്ത് തോന്നിയതുപോലെ തൻ്റെ ലൈംഗിക ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടാകണം. അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ പുരോഗമനം സംഭവിക്കുകയുള്ളൂ എന്നതിലേക്ക് എത്തിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ലിബറലിസം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ മനുഷ്യനെ കേരളത്തിലെ മുഖ്യമന്ത്രി ആക്കണം എന്നാണ് പൊതു അഭിപ്രായം. ഞാന് പ്ലാനിംഗ് ബോർഡ് മെമ്പറാണ് ഇപ്പോ. അതെ, ഇപ്പൊ കമന്റ് ബോക്സ് ഒക്കെ കയറി കഴിഞ്ഞാൽ മിക്കവാറും ആളുകളൊക്കെ പറയണത് നിങ്ങൾ കേരളത്തിന് മുഖ്യമന്ത്രി ആവണം. അപ്പൊ മുഖ്യമന്ത്രി ആയാൽ എന്താ ഉണ്ടാവാന്ന് കൂടി നമ്മൾ അറിയണല്ലോ. അതിനുവേണ്ടി കൂടിയാണ് ഇപ്പൊ ഇത് കാണിച്ചത്. പക്ഷേ ഇതിൽ മറ്റൊരു മറുവശം കൂടിയുണ്ട്. അതെന്താണെന്നറിയോ? ഇപ്പൊ വിവാഹത്തിന്റെ വിഷയത്തിലേക്ക് എത്തിയപ്പോൾ ഇവർ ഇതൊക്കെ പറഞ്ഞല്ലോ. പക്ഷെ ഒരു അത്ഭുതം ഞാൻ കണ്ടത്, കഴിഞ്ഞ ഒരു മാസത്തിന് മുൻപ് കേരളത്തിലെ MLA ഒരു വിഷയത്തിൽ പിടിക്കപ്പെട്ടു. അതെ, അദ്ദേഹത്തെ പിടിക്കാനുള്ള കാരണം ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ. എന്റെ നാട്ടിലത്തെ MLA ആണ് കേട്ടോ. ഓക്കെ, ഞാൻ പാലക്കാടുകാരനാണ്. അപ്പോൾ എന്റെ നാട്ടിലെ ഞങ്ങളെ സ്വന്തം MLA ആണ്. അപ്പോൾ ഞാൻ ആ വ്യക്തിയെ കുറിച്ചോ ആ വിഷയത്തെ കുറിച്ചോ ഒന്നും പറയാനല്ല. പക്ഷെ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോ ഇവർക്ക് ആർക്കും ഇത് പറ്റണില്ല. ഇപ്പൊ വിവാഹത്തിന് താല്പര്യമില്ല, ദർ ഷുഡ് ബി എ സൊല്യൂഷൻ ഫോർ ദാറ്റ്. അതാണല്ലോ അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ആ MLA അതേ പണി ചെയ്തപ്പോ കേരളത്തിലെ ന്യൂസ് ചാനലുകളുടെ പ്രൈം ടൈം ചർച്ചകളുടെ തലക്കെട്ട് ധാർമ്മികത വേണ്ടേ, കോഴിത്തരം പറ്റുമോ, ഇതായിരുന്നു പ്രധാനപ്പെട്ട ധാർമ്മികത എന്ന് പറയുന്നത്. അത് ഇവിടുത്തെ മതയോളികളുടെ ഒരു സാധനമാണെന്നാണ് പറഞ്ഞിരുന്നത്. മതവാദികളുടെ ഒരു സംഗതിയാണ് ധാർമ്മികത. അത് എന്താണ്, മോറൽ പോലീസിങ്. ആരെങ്കിലും ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്നത് ശരിയല്ലെന്ന് പറഞ്ഞാൽ അതെന്താണ്, സദാചാര പോലീസിംഗ് ആണ്. സദാചാര പോലീസ് ചമയലാണ്. ഏതെങ്കിലും ഒരിടത്ത് ഒരു തെറ്റ് ചെയ്യുന്ന ഒരാൾ കണ്ടാൽ, ധാർമ്മികതക്ക് നിരക്കാത്തത് ചെയ്യുന്നത് കണ്ട് അതിനെ ചോദ്യം ചെയ്താൽ അത് സദാചാര ഗുണ്ടായിസമാണ്. ഇങ്ങനെ വാദോരാതെ പറഞ്ഞിരുന്ന ആളുകൾ, ഒരു സ്ത്രീ, പ്രത്യേകിച്ചൊരു സ്ത്രീ തൻ്റെ പ്രശ്നമുയർത്തിയപ്പോൾ ധാർമ്മികത വേണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നതെല്ലാം മറന്ന് യാതൊരു എളുപ്പമില്ലാണ്ടേ. ഞാൻ പറയുന്നത് അയാൾ പറഞ്ഞത് നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ ശരിയാണ്, ധാർമ്മികത വേണം. പക്ഷേ മറ്റു പല കാര്യങ്ങളിലും ധാർമ്മികതയെ പടിക്കു പുറത്തു നിർത്തിയിരുന്നവർ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ചിരുന്നവർ, വ്യക്തി സ്വാതന്ത്ര്യമാണ് വലുതെന്ന് പറഞ്ഞിരുന്നത്. ഇത് പഴയ കാലമല്ല, പുരോഗമിക്കാത്തത് എന്താ നിങ്ങൾ എന്ന് നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ ചൂണ്ടി കൊഞ്ഞനം കുത്തിയിരുന്നവർ, പരിഹസിച്ചിരുന്നവർ ദീർഘമായ മണിക്കൂറുകൾ ചാനൽ മുറിയിലിരുന്ന് ധാർമ്മികതയ്ക്ക് വേണ്ടി സംസാരിക്കുകയാണ്. അപ്പം എന്താ വെച്ചാൽ ഈ പറയുന്ന ഒരു തലത്തിൽ പോയാൽ ഇതിൻ്റെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ട്. ഒരു വലിയ പ്രതിസന്ധി സമൂഹത്തിന് നേരിടാനുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് എന്ത് പറയും, ധാർമ്മികത വേണ്ടെന്ന് പറയും. ഇതിങ്ങനെ പറയുമ്പോൾ കേൾക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇത് കേൾക്കാൻ ഭയങ്കര രസമുള്ള സാധനമാണ്. പക്ഷേ ഇതിൻ്റെ മർമ്മത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ബ്ലണ്ടറാണെന്നുള്ളത് ശരിക്കും ബോധ്യപ്പെടും. അതാണ് ഈ പറഞ്ഞ MLA കാര്യത്തിൽ. ഇത് നമുക്ക് ഭയങ്കരമായി സമൂഹത്തിന് ശരിക്കൊന്ന് ചിന്തിച്ചാൽ ഈ സംഗതിയെ വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിനേക്കാൾ നല്ലൊരു ഉദാഹരണം ഇല്ല എന്നാണ് എൻ്റെ ഒരു പക്ഷം. അതിനൊരു ഉദാഹരണം കൂടി വേണമെങ്കിൽ പറയാം. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു 30 കുട്ടികളുണ്ട്. 30 കുട്ടികളും ഒരു റൂളും ഒരു ലോ കോളേജിൽ ഉണ്ടല്ലോ. ആ കോളേജിൽ നിയമം വെച്ച് ജീവിക്കുമ്പോൾ ആ ക്ലാസ്സിലെ ഒരു 10 കുട്ടികൾ അപ്പുറത്തേക്ക് തിരിച്ച് ഫുഡ് കഴിക്കുക, ഇപ്പുറത്തേക്ക് ഒരു 10 കുട്ടികൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക, ഒരു 10 കുട്ടികൾ അപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും പണിയെടുക്കുക. അപ്പൊ എന്നിട്ട് നമ്മൾ ടീച്ചർ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാണ് മൈ ബോഡി, മൈ റൈറ്റ്, മൈ ചോയ്സ്, എന്റെ അവകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണോ അതേ കാര്യം തന്നെയാണ് ഒരു സൊസൈറ്റിയിലേക്ക് വരുമ്പോഴും. സൊസൈറ്റിയിൽ എല്ലാവർക്കും ഒരു നിയമവും ഒരു നിർദ്ദേശവും ഒക്കെ പാലിച്ചാൽ മാത്രമേ നന്നായി പോവുള്ളൂ, അല്ലെങ്കിൽ ഇത് അനാർക്കിയിലേക്കാണ് പോവുക. അതിന്റെ പ്രതിസന്ധി ഏറ്റവും ഒടുവിൽ നമ്മൾ കാണാൻ തുടങ്ങിയത് നമ്മുടെ ഏറ്റവും പുതുതലമുറയിലാണ്. ഒരു പക്ഷേ ഈ കുട്ടികളുടെയൊക്കെ അനിയന്മാരുടെ പ്രായത്തിൽ, നമ്മുടെയൊക്കെ അനുജന്മാരുടെ പ്രായത്തിലുള്ള കുട്ടികൾ ഇപ്പോൾ സ്കൂൾ പഠിക്കുന്നുണ്ടല്ലോ. നിങ്ങളൊക്കെ ഏത് ജനറേഷൻ നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ഏത് ജനറേഷനാ? ജെൻ സി ആണോ? അതിനേക്കാൾ മൂത്ത ചില ആൾക്കാരൊക്കെ ഉണ്ടോ? ഇല്ലല്ലോ അല്ലെ? ആയിക്കോട്ടെ, എന്തായാലും ജെൻ സി ആണ് നമ്മളൊക്കെ. ജെൻ ആൽഫക്കാരെ കുറിച്ച് നിലവിൽ നമുക്ക് വലിയ ധാരണകളൊക്കെ ഉണ്ട്. ആ ധാരണയിൽ ഒരു ധാരണ മാത്രമേ ഞാൻ കാണിച്ചു തരാം. കേരളത്തിലെ സ്കൂളുകളിൽ നിലവിൽ കാണുന്ന ഒരു കാഴ്ച, ആ കാഴ്ചയുടെ ഒരു ക്ലിപ്പ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്കിത് ക്ലിയർ ആവണുണ്ടോ ഈ കാഴ്ച? ഓക്കെ, അതത്ര മതി. ഇതെന്തിനാണെന്നറിയോ കാണിച്ചത്? ഇതൊരു ഒറ്റപ്പെട്ട സംഭവം അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇത് സ്കൂളിലെ കാര്യത്തെ കുറിച്ച് കാണിച്ചത് കോളേജിലെ കാര്യം കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഓക്കെ, കോളേജിൽ തെപ്പിട്ട് കാണിക്കാനുള്ള ഒരു മാന്യത നമുക്ക് ഉള്ളതുകൊണ്ടാണ് അത് കാണിക്കാത്തത്.
സ്കൂളുകളിലെ അവസ്ഥ ഇതിനപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. കുട്ടികളെ 18 വയസ്സിന് താഴെയുള്ള അബോർഷൻ റേറ്റ് വർദ്ധിച്ചു എന്ന് കേരളത്തിൽ പരസ്യമായി ഡോക്ടർമാർ വന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കേരളത്തിൽ വ്യാപകമായൊരു വനിതാ ഡോക്ടറുടെ ക്ലിപ്പ് പ്രചരിച്ചിരുന്നു. നിങ്ങളൊരു വിഷയങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിരുന്നു. 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ അബോർഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു എന്നാണ് അവർ പറയുന്നത്. അല്ല, ഇതിലിപ്പോ ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾ തന്നെ കോളേജ് എടുത്താൽ മതി. എത്ര കുട്ടികൾ നമ്മൾ മുൻപ് കാലത്തൊക്കെ പ്രണയത്തെ കുറിച്ച് പറഞ്ഞിരുന്ന കാഴ്ചപ്പാട് എന്തായിരുന്നു? പുതിയ കാലത്ത് അങ്ങനെയാണോ? നമ്മളേക്ക് കുടുംബത്തിൽ ഒരു പ്രണയ വിവാഹം നടക്കുന്നു, പ്രണയം വളരെ നോർമലൈസ് ചെയ്യപ്പെടുന്നു. ആ നോർമലൈസേഷന്റെ അങ്ങേ അറ്റത്ത് കോളേജിൽ തന്നെ സിറ്റുവേഷൻഷിപ്പ് എന്ന പേരിൽ, സീസൺഷിപ്പ് എന്ന പേരിൽ, ഫ്ലേർട്ടേഷൻഷിപ്പ് എന്ന പേരിൽ, ടെക്സ്റ്റ്ഷിപ്പ് എന്ന പേരിൽ എത്രങ്ങാനും പേരുകളുണ്ട്. ബെസ്റ്റീന്നോട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് അവസാനിക്കാൻ എവിടെ ഇരിക്കുന്നു നമുക്ക് ആർക്കും അറിയില്ല. അത്രത്തോളം വലിയ ബന്ധങ്ങളിലേക്ക് ഇന്ന് കോളേജുകൾ എത്തിയിരിക്കുന്നു. അതിന് സാധ്യത നൽകുന്ന രൂപത്തിൽ ഈ നൈറ്റ് പാർട്ടികൾ തുടങ്ങുന്നു, കോളേജിൽ പ്രത്യേകമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. അപ്പൊ ഇതിനെല്ലാം ഒരു തുടർച്ചയുണ്ട്. ആ തുടർച്ചയുടെ എല്ലാം ബേസ് എന്ന് പറയുന്നത് മൈ ബോഡി, മൈ റൈറ്റ്, മൈ ചോയ്സ് എന്നുള്ളതാണ്. ഇനി ഇതേ വിഷയത്തെ ഇതേ ആളുകൾ തന്നെ പിന്നെ മാറ്റി പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇതേ റിപ്പോർട്ടർ തന്നെ ഇപ്പോൾ സെക്ഷ്വാലിറ്റി എന്ത് പുരോഗമനമാണെന്നൊക്കെ പറഞ്ഞല്ലോ, അതേ മനുഷ്യൻ തന്നെ ഈ വിഷയത്തെ മറ്റു രീതിയിൽ കൈകാര്യം ചെയ്ത് നിങ്ങളൊന്ന് കാണാം. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഒരുപക്ഷെ, ഒരു ചെറുപ്പക്കാരനോടൊപ്പം ഒരു 19 വയസ്സുകാരി വീട് വിട്ടിറങ്ങി. ഒടുവിൽ കോടതിയിൽ ആ കേസ് എത്തിയപ്പോൾ ആ യുവാവിനെ കുറിച്ച് വിശദമായിട്ടൊന്ന് അന്വേഷിച്ചപ്പോൾ ആ പെൺകുട്ടിക്ക് അറിയാൻ സാധിച്ചത് മോഷണം, കൊള്ള, പിടിച്ചുപറി തുടങ്ങി പോക്സോ കേസ് അടക്കം ചുമത്തിയ ചെറുപ്പക്കാരനാണ് ഇയാളെന്നാണ് പിന്നീട് ഈ പെൺകുട്ടിക്ക് അറിയാൻ സാധിച്ചത്. ഈ പെൺകുട്ടിയെ തന്നെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് പീഡിപ്പിച്ച ചെറുപ്പക്കാരനാണ്. ഒടുവിൽ കോടതി ചോദിച്ചു, ഈ ചെറുപ്പക്കാരനോടൊപ്പം തന്നെ പോണോ എന്ന് ചോദിച്ചു. അപ്പൊ പെൺകുട്ടി പറഞ്ഞു, ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് പെൺകുട്ടി അച്ഛൻ്റെയും അമ്മയ്ക്കും ഒപ്പം പോയി. ഓക്കെ, വിഷയം എന്താ നിങ്ങൾ കേട്ടല്ലോ അല്ലെ? ആദ്യം പറഞ്ഞത് എന്റെ സെക്ഷ്വാലിറ്റി തീരുമാനിക്കുന്നത് എന്റെ ഇഷ്ടമാണ് എന്ന് കോളേജിൽ പോയി ഇന്റർവ്യൂ എടുത്തു. എന്നിട്ട് പറഞ്ഞു എന്ത് പുരോഗമിച്ച ക്യാമ്പസ് ആണ് നമ്മുടെ ഇതെന്ന്. പക്ഷേ അതേ പുരോഗമനം വെച്ചുകൊണ്ട് ഒരു കുട്ടി ഒരാളെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് പണി കിട്ടിയപ്പോ പറയാണ് നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചൊക്കെ തീരുമാനിക്കണം കേട്ടോ എന്ന്. അപ്പൊ ആ ശ്രദ്ധയുടെ പേരാണ് യഥാർത്ഥത്തിൽ മതം. ആ സംരക്ഷണത്തിന്റെ പേരാണ് യഥാർത്ഥത്തിൽ ഐഡന്റിറ്റി. ആ സംരക്ഷണത്തിന്റെയും ആ ശ്രദ്ധയുടെയും ആ തക്വയുടെയും പേരാണ് ദീൻ എന്നത്. പക്ഷെ അവിടെ നമ്മൾ മതയോളികളാവും. പക്ഷെ അപ്പൊ അവര് ഭയങ്കരമായ ലിബറൽ വാദികളും ഫ്രീഡത്തിന്റെ ആൾക്കാരൊക്കെ ആവും. മേത്ത് തട്ടുമ്പോ സാധാരണ മലയാളത്തിൽ പറയുമല്ലോ, ആരാന്റെ വീട്ടിൽ തല്ലുവിടുമ്പോ കാണാൻ എന്ത് ചെയ്യലെന്ന് പറയുമല്ലോ. ഇതുപോലെ മറ്റുള്ളവരുടെ വീട്ടിൽ നല്ല രസമാണ് കാണാനൊക്കെ, സ്വന്തം വീട്ടിലേക്ക് എത്തിയപ്പോ നിലപാട് മാറി. അതായത് നമ്മൾ വരച്ചു വെച്ച, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ഒരു കാഴ്ചപ്പാട് രൂപീകരിച്ച് വെച്ച് നമ്മളൊരാശയം ഉണ്ടാക്കി വെച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോകുമ്പോൾ ഒരു പ്രാഥമിക ചിന്തയിൽ നിന്ന് ഇതിനെന്താ കുഴപ്പമെന്ന് തോന്നും, ഇതിനൊക്കെ എന്തിനെ എതിർക്കണമെന്ന് തോന്നും. നിങ്ങളൊക്കെ എന്തൊരു തന്തവൈവാണെന്ന് ചിന്തിക്കും. നിങ്ങൾ ഇതൊക്കെ ഏതാ കാലം? ഇത് പഴയ കാലമല്ല, ഇത് പുതിയ തലമുറയാണ്. പക്ഷേ ആ അളവുകോല് വെച്ച് എല്ലാ കാര്യങ്ങളെയും അളക്കുമ്പോൾ അത് എവിടെ എത്തും എന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്, ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ ഈ ഒരു അർത്ഥത്തിലാണ് യഥാർത്ഥത്തിൽ ലിബറലിസം വർക്ക് ചെയ്യുക. ഡയറക്ട്ലി അത് ഒരിക്കലും നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു കാര്യവും പറയില്ല. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക, ഈ സെഷന്റെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്, പുതിയ കാലത്ത് നിങ്ങൾക്ക് ഏത്തീസ്റ്റുകളെ കാണാൻ സാധിക്കും, ഫെമിനിസ്റ്റുകളെ കാണാൻ സാധിക്കും, LGBT വാദിക്കുന്ന ഹോമോസെക്ഷൽ ആക്ടിവിസ്റ്റുകളെ കാണാൻ സാധിക്കും. പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും ഇവരെ എല്ലാവരെയും ഒരേ കുടയുടെ കീഴിൽ എത്തിക്കുന്ന ലിബറലിസത്തെ കാണാൻ സാധിക്കില്ല. ഇതൊരു മതമാണ്. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രാബല്യത്തിലുള്ള വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മതം ഏതെന്ന് ചോദിച്ചാൽ ഈ ലിബറലിസം എന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ അടുക്കിലേക്ക് നമ്മൾ അറിയുകയേയില്ല. ആദ്യം ചിലപ്പോൾ ആരാധനകളിൽ മടി തോന്നും, ചിലപ്പോൾ ഇബാദത്തുകളുടെ കാര്യം പറയുമ്പോൾ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. ചിലപ്പോൾ ഹിജാബിന്റെ വിഷയമൊക്കെ പറയുമ്പോഴാണ് മിക്കവാറും ഈ ചർച്ചകൾ വരാറുള്ളത്. അവിടെയൊക്കെ പറയുന്നത് തട്ടനിട്ടില്ലെങ്കിൽ ലോകം ആകാശം ഇടിഞ്ഞു വീഴുന്നൊക്കെ ചോദിക്കാം. അപ്പൊ ഇത്തരത്തിലെ നിസ്സാരമായ ചിന്തകളിൽ നിന്നും ആരംഭിച്ച് പിന്നീട് ഇത് അവസാനം എത്തിച്ചേരുന്ന അപകടത്തെ കുറിച്ചാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞു വന്നത്. ഇനി ഇതേ അപകടത്തെ ഇവിടെ കൃത്യമായ ഒരു പ്രോപ്പഗൻഡയിലൂടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആ പ്രോപ്പഗൻഡ എന്താണെന്നറിയോ? ഇപ്പൊ നിങ്ങൾ ലവിനെ കുറിച്ച് കേട്ടു, അഫെയറിനെ കുറിച്ച് കേട്ടു, ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ച് കേട്ടു, മാരേജിനെ കുറിച്ചും കേട്ടു. ഈ 3 കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ ഏതിന്റെ കൂടെ ആയിരിക്കും നിൽക്കേണ്ടി വരിക? എന്റെ ചോദ്യം ഞാൻ ക്ലിയർ ആയി പറയാം. ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന LGBT കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ട്. ലവും അഫെയറൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന അടിച്ചുപൊളി ടീമുണ്ട്. സിറ്റുവേഷൻഷിപ്പ്, ബെസ്റ്റി, ഫ്ലേർട്ടേഷൻഷിപ്പ് ഒക്കെ പറയുന്ന ഒരു ടീമുണ്ട്. മൂന്നാമത്തത് നല്ല രീതിയിൽ കല്യാണം കഴിച്ച് ദാമ്പത്യ ജീവിതം നയിക്കുന്ന മാരേജ് എന്ന ഒരു സിസ്റ്റവും ഉണ്ട്.
ഇതിൽ മൂന്നിൽ നമ്മൾ ഏത് സെലക്ട് ചെയ്ത് ചോദിച്ചാൽ കണ്ണുമുട്ടി നമ്മൾ പറയും മാരേജ് ആണ് എന്ന്. പക്ഷേ പുതിയ കാലത്ത് നിങ്ങൾ അങ്ങനെ മാരേജ് സെലക്ട് ചെയ്തത് പോലും ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ റിയാലിറ്റി ഷോയിൽ വന്നിട്ട് ഒരു വ്യക്തി പറയാണ് ഇത്തരം കാര്യങ്ങൾ നോർമലൈസ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ കുട്ടികൾ കണ്ട് വളർന്നു കഴിഞ്ഞാൽ നാളെ അവൻ ചോദിക്കും പെണ്ണിനും വിവാഹം കഴിക്കാൻ പറ്റുമോ, ആണിനും വിവാഹം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവനോട് എന്ത് ഉത്തരം പറയുമെന്ന് ഞാൻ ഭയക്കുന്നു എന്നൊരാൾ വന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ പ്രശ്നം? എൻ്റെ വീട്ടിൽ ഞാൻ അവരെ കയറ്റും. ഇതൊക്കെയാണ് പറയുന്ന വർത്തമാനം. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മാന്യമായി ജീവിക്കാനുള്ള അവകാശത്തെ വരെ ഇവർ ചോദ്യം ചെയ്യുന്നുള്ളതാണ്. ആ ചോദ്യം ചെയ്യലാണ് പലപ്പോഴും ഏറ്റവും അവസാനം നമ്മൾ ആഘോഷങ്ങളുടെ വിഷയത്തിലേക്ക് കണ്ടത്. ഇപ്പോൾ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് വലിയ അപരാധമായി മാറി. അതിനിപ്പോ മതപരമായ കാരണങ്ങളായിക്കോട്ടെ, വേറെ എന്ത് കാരണങ്ങളായിക്കോട്ടെ, സ്ത്രീകളും വിവാഹം വേണ്ടത് എന്ത് കാരണങ്ങളായിക്കോട്ടെ, പക്ഷേ എന്തെല്ലാം കാരണങ്ങളാണെങ്കിലും മാറി നിൽക്കാനുള്ള അവകാശത്തെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിലവിലെ കാര്യങ്ങൾ എത്തിയെന്നുള്ളതാണ്. ഇനി ഓൺലൈൻ മീഡിയയിലെ ചില സ്ട്രീമേഴ്സിനെ കൂടി നിങ്ങൾക്ക് കാണാം. ഇത് കാണിക്കുന്നത് എന്തിനാണെന്നറിയോ? നമ്മളെയൊക്കെ വീടിലടക്കം കുട്ടികൾ ഇതിരുന്ന് കാണുന്ന അവസ്ഥയിലേക്ക് നിലവിലെത്തിയിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ട്രീമർ, ഒരു ഗെയിമർ, അദ്ദേഹം ഒരു ലൈവിൽ വന്നുകൊണ്ട് ഒരു 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ അതിലത്തെ ഒരു 1 മിനിറ്റിന്റെ സംഭാഷണം എന്താണെന്ന് നിങ്ങൾക്കൊന്ന് കേൾക്കാം. എടാ, നിനക്ക് കറക്റ്റ് ടൈമിന് വരാൻ അറിയില്ല എന്നാ എപ്പോഴും പറയണോ? എടാ, നിന്റെ ഞാൻ അവരോട് ജഡ്ജിമെന്റ് എടുക്കണ്ടാ, ജോലി ഇത്ര ടൈമിന് വന്നിട്ട് പോകുന്ന നീ ഇതിലിപ്പോ സംസാരാണോ ബീപ്പാണോ കൂടുതൽ? ഞാൻ ഈ ഒരു ക്ലിപ്പ് ഇങ്ങനെ കാണിക്കാനുള്ള കാരണം ഈ സദസ്സിന്റെ മാന്യത അറിയാഞ്ഞിട്ടല്ല ഇത് കാണിക്കുന്നത്. പക്ഷേ ഇന്ന് യൂട്യൂബിൽ നിങ്ങൾക്ക് സാധാരണ പോലെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അനിയന്മാരും നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഷോർട്സ് സ്ക്രോൾ ചെയ്യുമല്ലോ, അപ്പൊ കാണുന്ന കാഴ്ചയാണിത്. ഈ കാഴ്ചക്കും അവർ പറയുന്ന ന്യായീകരണം ഇതേ ന്യായീകരണം, മൈ ബോഡി മൈ റൈറ്റ്. എന്റെ പേജിൽ ഞാൻ തെറി വിളിച്ചാൽ നിങ്ങൾക്ക് എന്താണ്? ഞാൻ നിങ്ങളാരെങ്കിലും വിളിച്ചു വരുത്തിയിട്ടുണ്ടോ? ഞാൻ എൻ്റെ ഇഷ്ടത്തിന് സംസാരിക്കല്ലേ എന്നാണ്. നമ്മളിത് അംഗീകരിക്കോ സുഹൃത്തുക്കളെ? അംഗീകരിക്കോ? അതായത് ഇത് ഏതുവരെയും എത്താം. അതായത് എന്തും പറയാം, എന്തും ചെയ്യാം, എങ്ങനെയും ജീവിക്കാം, ഒരു മാനദണ്ഡവുമില്ലാതെ അങ്ങനത്തെ ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയാണ് യഥാർത്ഥത്തിൽ ലിബറലിസം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് ക്രമേണ നമ്മൾ അതിൻ്റെ ഒരു സമൂഹം മുഴുവൻ അതിൻ്റെ അടിമകളായി മാറുകയാണ് ചെയ്യുന്നത്. അറിയാതെ അതിൻ്റെ ആളുകളായി മാറുന്നു. ഒരുപക്ഷെ ഒരു പോയിന്റ് ആയിരിക്കും ഒരു ഘട്ടത്തിൽ നമുക്ക് തോന്നുക, അങ്ങനെ ചെയ്താൽ ഞാനിപ്പോൾ ഈ ഡ്രസ്സ് ധരിച്ചാൽ എന്താ കുഴപ്പം എന്ന ഒരു പോയിന്റ് ആയിരിക്കും തോന്നുക. അവസാനം അത് എത്തിച്ചേരുന്നത് ഈ പറഞ്ഞതുപോലെ എന്തും പറയാനുള്ള, ഏത് സമൂഹത്തിലും എന്തും വിളിച്ചു പറയാനുള്ള ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ അധപ്പതിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ലിബറൽ ആശയങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെക്കുന്നത്. ഒരു ലാസ്റ്റ് ഉദാഹരണം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ലാസ്റ്റ് ഉദാഹരണത്തോടു കൂടി നമ്മൾ ഈ സെഷന്റെ പ്രധാന വിഷയാവതരണം അവസാനിപ്പിച്ച് ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഒരു കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയാൻ പറ്റുന്ന ഒരുപാട് പേരൊക്കെ ഇന്റർവ്യൂ എടുക്കുന്ന ഒരു മനുഷ്യൻ ലഹരിയെ കുറിച്ച് പറഞ്ഞൊരു വർത്തമാനം, അദ്ദേഹത്തിന് കഞ്ചാവിനെ കുറിച്ചൊരു സംസാരം പറയാനുണ്ട്. അതെന്താ നിങ്ങൾക്കൊന്ന് കേൾക്കാം. കഞ്ചാവൊക്കെ ലീഗലൈസ് ചെയ്യേണ്ടതാണ്. എന്ത് കുഴപ്പമാണ്? വെറുതെ നമ്മൾ നോക്കി അതിന്റെ മുകളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഭീകരമായ ചർച്ചകളും എല്ലാം ഇന്ന് അമേരിക്ക പോലുള്ള ഓക്കെ, ഞാൻ അത് മൊത്തമായി കാണിക്കാതെ സമയത്തിന്റെ പരിമിതി കൊണ്ടാണ്. നിങ്ങൾ ഒരുപാട് കേട്ട കാഴ്ചകളും കണ്ടതൊക്കെയാണിത്. തുടർച്ചയായി നമ്മുടെ എല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളിലും ഇവർ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവരെല്ലാവരും അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആണ്, ഭയങ്കര റീച്ചുള്ള ആളുകളാണ്, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാരാണ്. ഇവർ തുടർച്ചയായി വന്ന് പറയുന്ന ന്യായത്തിന്റെ ബേസ് എന്ന് പറയുന്നത് ഈ ലിബറലിസമാണ്. ഈ ആശയം വെച്ചുകൊണ്ട് ഇവിടെ ഫെമിനിസത്തെ ന്യായീകരിക്കും, ഹോമോസെക്ഷുവാലിറ്റിയെ ന്യായീകരിക്കും, എന്ത് തോന്നിവാസങ്ങൾ ന്യായീകരിക്കും. ഏറ്റവും അവസാനം ഒരു ഭാഗത്ത് കേരളം മുഴുവൻ ലഹരിക്കെതിരെ പോരാടുമ്പോൾ മറുവശത്ത് ഇവരെല്ലാവരും ലഹരിയെ നിരന്തരമായി ഇവർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമൂഹത്തിന്റെ ഒരു പരിണിതി എന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ കേരളത്തിൽ നേരത്തെ 2024 ജൂലൈ മാസത്തിലെ റിപ്പോർട്ട്, ഇപ്പൊ നേരത്തെ പറഞ്ഞ അരുൺകുമാർ എന്നെ റിപ്പോർട്ടുള്ള വാർത്ത വായിക്കുന്നുണ്ട്. കേരളത്തിൽ എയ്ഡ്സ് രോഗികളുടെ എണ്ണം കൂടുന്നു. ഏറ്റവും കൂടുതൽ HIV ബാധിതരാകുന്നത് ഗേ ഹോമോസെക്ഷലുകളിലാണ്. കേരളത്തിലെ കാര്യമാണ് പറഞ്ഞത്. ലോകത്താകമാനം എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ
ലൈംഗിക രോഗങ്ങൾ ഉണ്ടാകുന്നത് ഹോമോസെക്ഷലുകളിലാണ്, ഹോമോസെക്ഷുവാലിറ്റിയുടെ ആളുകളിലാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കൊറോണ കഴിഞ്ഞ ഉടനെ ഒരു കുരങ്ങുപനി വന്നിരുന്നു. അന്ന് കുരങ്ങുപനിയുമായി ബന്ധപ്പെട്ട് WHO അവരുടെ ഒഫീഷ്യൽ സൈറ്റുകളിൽ നൽകിയിരുന്ന നിർദ്ദേശം ഗേകൾ സൂക്ഷിക്കണം എന്നാണ്. ഗേ ഹോമോസെക്ഷുവാലിറ്റിയുടെ ആളുകൾ സൂക്ഷിക്കണം, അവരിലൂടെയാണ് ഏറ്റവും കൂടുതൽ കുരങ്ങുപനി പകരുന്നത്. അതേപോലെ തന്നെ ഇപ്പം ലഹരിക്ക് വേണ്ടി വാദിക്കുന്നു. ലഹരി ഉപയോഗിച്ചാൽ എന്താ കുഴപ്പമെന്നാണ് ചോദിക്കുന്നത്. അതിപ്പോൾ ഒരാളുടെ ഇഷ്ടമല്ലേ, അയാൾ ഉപയോഗിച്ചോട്ടെ. ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു സമൂഹം വളർന്നു വന്നാൽ ഭാവിയിൽ മനുഷ്യരെന്താകും? കുറേ ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യർ, കുറേ ലൈംഗിക രോഗമുള്ള മനുഷ്യർ, കുടുംബ സംവിധാനം പാടെ തകർന്നുപോയ ഒരു സമൂഹം, കുറേയധികം ഓർഫൻസ് ഇവിടെ ഉണ്ടാകുന്നു. ലിവിങ് ടുഗദർ വ്യാപകമായി, അതിൽ കുട്ടികളുണ്ടായി, പിന്നെ അവർ ബ്രേക്കായി. സ്വാഭാവികമായും ഒരുപക്ഷെ അമ്മ മാത്രം ഒരു കുഞ്ഞിനെ വളർത്തേണ്ടി വരുന്നു, ചിലപ്പോൾ അച്ഛൻ മാത്രം, പിതാവ് മാത്രം ഒരു കുട്ടിയെ വളർത്തേണ്ടി വരുന്നു, അതല്ലെങ്കിൽ ഓർഫനേജുകളിൽ കുട്ടികൾ വളരേണ്ടി വരുന്നു. നിലനിൽക്കുന്ന സാമൂഹിക ഘടന തകർന്നു പോകും. ലഹരിയിൽ മുങ്ങിക്കുളിച്ച ഒരു സമൂഹം ആർക്കും, രാജ്യത്തിനും നാടിനും സമൂഹത്തിനും വീട്ടുകാർക്കും ഉപകാരമില്ലാത്ത ലഹരിക്കടിമപ്പെട്ട ഒരു സമൂഹം ഇവിടെ ഉണ്ടായി വരും. വളരെ രോഗാതുരമായ ലൈംഗിക രോഗങ്ങൾ അതിന് വിധേയരായി, അത് വ്യാപകമായി രോഗാതുരമായ ഒരു സമൂഹം ഇവിടെ രൂപപ്പെട്ടു വരും. ഞാൻ പറയുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റിയിൽ, മുസ്ലിം എന്ന ഐഡൻറ്റിറ്റിയിൽ ഉറച്ചു നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ധാർമ്മികത എന്ന ചട്ടക്കൂടിനകത്ത് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സുരക്ഷിതത്വം ഇന്ന് ഇവിടെ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തകർത്തെറിയുന്ന മറ്റൊരു മതം നമുക്കുമേൽ ഇമ്പോസ് ചെയ്യപ്പെടുന്നുണ്ട്. അത് വലിയ പ്രത്യാഘാതങ്ങളാണ് ഈ സമൂഹത്തിൽ ഉണ്ടാക്കുക. നമുക്ക് ഈ ഒരു സെഷൻ താൽക്കാലികമായിട്ടൊന്ന് വൈൻഡപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും അനിവാര്യമായി ചോദിക്കാനുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തുറന്നു ചോദിക്കാനുള്ള ഒരു അവസരമായിരിക്കും തുടർന്നുണ്ടാവുക. അസ്സലാമു അലൈക്കും. പേര് അദീബ്, സെക്കൻഡ് ഇയർ ഇലക്ട്രിക്കലാണ്. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാലത്ത് സയൻസ് വളരെയധികം പുരോഗമിക്കുന്നൊരു കാലമാണല്ലോ. അപ്പം ഈ കാലത്ത് മതത്തിൻ്റെ ഒരു ആവശ്യമുണ്ടോ? ഓക്കെ, പൊതുവിൽ ഒരു വിധം ആളുകൾക്കൊക്കെ മനസ്സിൽ തോന്നാവുന്ന ഒരു ചിന്ത കൂടിയാണിത്. സയൻസ് അത്രയും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ മേഖലയിലും നമ്മൾ വല്ലാത്തൊരു ഡെവലപ്മെന്റിലേക്ക്, പ്രോഗ്രസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാലത്ത് ശരിക്കും മതത്തിന്റെ റോൾ എന്താണ്? ചില ആളുകളൊക്കെ പറഞ്ഞത് സോഷ്യൽ മീഡിയ ആക്റ്റീവായി കഴിഞ്ഞാൽ മതത്തിന് പിന്നെ റോൾ ഇല്ല എന്നാണ്. അപ്പൊ അങ്ങനെയാണോ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം? നമുക്കിത് പരിശോധിക്കണം. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടൊരു 3 പോയിന്റ് പറയാം. ഒന്നാമത്തേത്, യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിന്റെ പണി എന്താണ്? സയൻസിന്റെ പണി എന്താണ്? ഇവിടെ പലരും തെറ്റിദ്ധരിച്ചൊരു ചിന്ത എന്താണെന്നറിയോ? ശാസ്ത്രം കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്നാണ്. ശാസ്ത്രം കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്നാണ്. നമ്മൾ ഏറ്റവും പ്രാഥമികമായി മനസ്സിലാക്കി വെക്കുക, സയൻസ് ഈസ് മോറലി ന്യൂട്രൽ. സയൻസിന് ഒരിക്കലും നമുക്ക് തെറ്റും ശരിയും പറഞ്ഞു തരാൻ സാധിക്കില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അടക്കം, അവിടുത്തെ കിങ് അടക്കമുള്ള ഒരു മീറ്റിംഗിൽ ട്രംപ് ഒരു കാര്യം പറഞ്ഞു. ഡൊണാൾഡ് ട്രംപ് ഒരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയോ? അമേരിക്കയും ബ്രിട്ടനുമാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ലോകത്തിന് സംഭാവന ചെയ്ത 2 രാഷ്ട്രം. എന്താണ് സംഭാവന? ഞാൻ ഒരു സംഭാവന ഉദാഹരണം പറയാൻ വേണ്ടി ഇത് പറഞ്ഞത്. എന്താണെന്നറിയോ? ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ട് പൊട്ടിച്ചു. ഈ ഒരു വിഷയത്തെ സയൻസിന്റെ കണ്ണിലൂടെ ഒന്ന് കാണാൻ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ സയൻസിന് പറയാൻ പറ്റുമോ ആ ബോംബിട്ടത് ശരിയല്ല എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് സയൻസ് ഏത് വിഷയം എടുത്താലും, ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന വിഷയം എടുത്തു കഴിഞ്ഞാൽ ഭക്ഷണത്തിന്റെ കമ്പോണൻസ് എന്താണെന്ന് സയൻസിന് പറയാൻ പറ്റും. നമ്മൾ എഞ്ചിനീയറിംഗ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓരോ മേഖലയെയും സയൻസിന് കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ അത് വെച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കാം എന്ന് പറയണമെങ്കിൽ മതത്തിന്റെ അനിവാര്യതയുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തേത്, നേരത്തെ പറഞ്ഞ ഐഡന്റിറ്റി ഉണ്ടല്ലോ. ഏത് മനുഷ്യനും നിലനിൽക്കുക ഐഡന്റിറ്റി വെച്ചാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അടക്കം ഉണ്ടാക്കപ്പെട്ടത് ഈ ഐഡന്റിറ്റിയിൽ നിന്നാണ്. നമ്മളൊക്കെ ഇന്ത്യയിൽ മൈനോറിറ്റിയാണ്, മെജോറിറ്റി ആയിട്ടുള്ള ഒരു മതം ഇവിടെ വേറെയുണ്ട്. ഈ മൈനോറിറ്റിയും മെജോറിറ്റിയും എന്തുകൊണ്ട് ഉണ്ടായെന്നറിയോ? സമൂഹം, സൊസൈറ്റി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഏറ്റവും താഴെ തട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഗ്രൂപ്പുകളായി നിലനിൽക്കുന്നതാണ്. ഫാമിലി ഉണ്ട്, വ്യക്തികളുണ്ട്, ആ വ്യക്തിയിൽ നിന്ന് പിന്നെ സൊസൈറ്റിയിലേക്ക് അതിങ്ങനെ വ്യാപിക്കുന്നുണ്ട്. ഈ സ്ട്രക്ചർ യഥാർത്ഥത്തിൽ സംഭവിച്ചത് മതമുള്ളത് കൊണ്ട് മാത്രമാണ്. ഇതൊരിക്കലും സയൻസ് കൊണ്ടുണ്ടാവുന്നതല്ല. സയൻസിന് ആകെ പറയാൻ പറ്റുക എന്താണെന്നറിയോ? റീപ്രൊഡക്ഷൻ്റെ വഴികളും അതിൻ്റെ സയൻറ്റിഫിക് ആയ കാരണങ്ങൾ മാത്രമാണ്. ഒരു കുടുംബം ഉണ്ടാവണമെന്നും കുടുംബത്തിൽ കുട്ടികൾ ഉണ്ടാവണമെന്നും അവരെ ഏറ്റവും നന്നായി നേർച്ചർ ചെയ്യണമെന്നും ആ നേർച്ചർ ചെയ്ത കുട്ടികൾ സമൂഹത്തിൽ നന്നായി ജീവിക്കണമെന്നും പറയണമെങ്കിൽ
അതിനിവിടെയുള്ള കൃത്യമായ സ്ട്രക്ചേർഡ് ആയ റിലീജിയൻ ആവശ്യമാണ്. അത് ഏത് റിലീജിയൻ എന്നത് രണ്ടാമത്തെ ചോദ്യമാണ്, അത് ഏത് മതം എന്നത് രണ്ടാമത്തെ ചോദ്യമാണ്. പക്ഷെ ബേസിക്കലി സയൻസിന്റെ പണി അറിയാത്തത് കൊണ്ട് മാത്രമാണ് ഈ ചോദ്യം വരുന്നത്. ഈ സയൻസിന്റെ ഡെഫിനിഷൻ തന്നെ വായിച്ചാൽ അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഒബ്സർവബിൾ ആയ യൂണിവേഴ്സിനെ ഇൻഫറൻസോട് കൂടി പഠിക്കാനുള്ള ഒരു ടൂൾ മാത്രമാണത്. നമ്മളൊരിക്കലും ശാസ്ത്രത്തിനെതിരല്ലല്ലോ. ഇവിടെ പലരും തെറ്റിദ്ധരിച്ചത് സയൻസ് എന്നുള്ളത് മതത്തിന് പുറത്താണെന്നാണ്. ആ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നിടത്ത് യഥാർത്ഥത്തിൽ വല്ലാത്തൊരു അജ്ഞത എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക, ലോകത്ത് ഇന്നേ വരെ ചെയ്ത മിക്കവാറും ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെ എല്ലാം ബേസ് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി നോക്കുക, അതെല്ലാം റിലീജിയസ് ബേസിൽ നിന്ന് വന്നതാണ്. നമ്മൾ ആരും പക്ഷെ അത് അവകാശപ്പെടാറില്ല. നിങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്ന എഞ്ചിനീയറിംഗ് ടൂൾസ് മുതൽ മിക്കവാറും എല്ലാ സയന്റിഫിക് ആയ ശാഖകളുടെയും ബേസ് ആലോചിച്ച് നോക്കി നോക്കുക, അവിടേക്ക് നിങ്ങൾക്ക് റിലീജിയനെ കാണാൻ പറ്റും. റിലീജിയൻ അതിന് മോട്ടിവേഷൻ നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ടീമിന് ഇതൊന്നും കാണാൻ സാധിക്കില്ല. അവർ പറയുന്നത് ഞങ്ങളാണ് ശാസ്ത്രത്തിൻ്റെ ആളുകൾ. ഇപ്പം നേരത്തെ ലിബറൽവാദികൾ, എത്തീസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞല്ലോ, അവർ പറയുന്നത് ശാസ്ത്രത്തെ കൊണ്ട് ജീവിക്കാൻ പറ്റും, ശാസ്ത്രമാണ് ഞങ്ങളുടെ മതമെന്നാണ്. അത് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ വലിയ അബദ്ധത്തിലേക്കാണ് നയിക്കാന്ന് മാത്രമാണ് പറയാനുള്ളത്. ഒരു ചെറിയ അടിങ്ങ്. ഇപ്പോൾ പൊതുവിൽ ആളുകളുടെ ഒരു ധാരണ മതവും ശാസ്ത്രവും രണ്ട് വിരുദ്ധ ദിശയിൽ നിൽക്കുന്ന, പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് കാലം കഴിയും തോറും ശാസ്ത്രം ഇങ്ങനെ വളരുന്നു, അപ്പം മതം ഇങ്ങനെ തളരുന്നു. ഇതാണ് ആളുകൾ വിചാരിക്കുന്നത്. ശാസ്ത്രവും മതവും രണ്ട് എതിർ ദിശയിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒന്നല്ല, മറിച്ച് രണ്ടും ഒരേ സമാന്തരമായി സഞ്ചരിക്കുന്ന ഒന്നാണ്. മതത്തിനുള്ള പ്രത്യേകത എന്താണ്? മതം മാറ്റമില്ലാതെ തുടരുന്നു. മതം മാറ്റമില്ലാതെ തുടരുകയാണ് വേണ്ടത്. ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും തിന്മ തിന്മയും നന്മ നന്മയുമാണ്. അത് പഠിപ്പിക്കാൻ ഇവിടെ മതം വേണം. ശാസ്ത്രമാണെങ്കിലോ കാലങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും, ഒരേ അവസ്ഥയിൽ നിൽക്കില്ല. ആ മാറ്റം എന്നുള്ളത് പോസിറ്റീവാണ്, അത് മാറിക്കൊണ്ടേയിരിക്കണം. അപ്പോഴാണ് മനുഷ്യന് പുരോഗതി ഉണ്ടാവുക. അതുകൊണ്ട് ശാസ്ത്രം, മനുഷ്യന്റെ ഗവേഷണങ്ങൾ പുരോഗമിക്കും തോറും മാറി 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 പുതിയ കണ്ടെത്തലുകൾ, പുതിയ പര്യവേഷണങ്ങൾ, പുതിയ ഉപയോഗങ്ങൾ, പുതിയ സാധ്യതകൾ അങ്ങനെ സഞ്ചരിക്കും. മറുഭാഗത്ത് മനുഷ്യന്റെ സുരക്ഷിതത്വം, ഇപ്പം ഇസ്ലാമിൻ്റെ ശരീഅത്ത് പറഞ്ഞാൽ അതിന് മഖാസിദുകളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. മനുഷ്യവധം ഇസ്ലാമിൽ ഹറാമാണ്. എന്തിനാണ് മനുഷ്യവധത്തെ ഹറാമാക്കിയത്? അത് മനുഷ്യരുടെ ജീവൻ സംരക്ഷിക്കാനാണ്. മഖാസിദു ശരീഅ അതാണ്. ഇസ്ലാമിലെ ഓരോ നിയമത്തിനും ഒരു ലക്ഷ്യമുണ്ട്, മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കാനാണ്. മദ്യം ഇസ്ലാം ഹറാമാക്കി. മദ്യം എന്തിനാ ഇസ്ലാമിൽ ഹറാമാക്കിയത്? അതിന്റെ പല ലക്ഷ്യങ്ങളിലൊന്നും മനുഷ്യന്റെ ബുദ്ധി സംരക്ഷിക്കാനാണ്. അപ്പൊ എത്ര കാലം കഴിയുമ്പോഴും സുരക്ഷിതമായ ഒരു സമൂഹവും സുരക്ഷിതമായ കുടുംബവും ഇവിടെ നിലനിൽക്കണമെങ്കിൽ നന്മ തിന്മകളെ വേർതിരിച്ച്, ധാർമ്മിക അധാർമികതകളെ വേർതിരിച്ച് മതം ഇവിടെ ഉണ്ടാകണം. പ്രത്യേകിച്ച് ശാസ്ത്രം കൂടുതൽ പുരോഗമിക്കുമ്പോൾ, പുതിയ സാധ്യതകൾ രൂപപ്പെട്ടു വരുമ്പോൾ അതൊന്നും തിന്മയുടെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ പാടില്ല. അല്ലേ? E=mc² എന്ന് കണ്ടെത്താനേ ശാസ്ത്രത്തിന് കഴിയുള്ളൂ. അതുകൊണ്ട് അണുബോംബ് ഉണ്ടാക്കി ആളെ കൊല്ലരുത് എന്ന് പറയാൻ ആര് വേണം? മതം ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും വിരുദ്ധ ദിശയിൽ പരസ്പരം തമ്മിൽ തല്ലുന്ന ഒന്നല്ല, സമാന്തരമായി സഞ്ചരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് മുസ്ലിം പ്രവാചകന്റെ കാലശേഷം ഇസ്ലാമിക സമൂഹത്തിൽ നേരത്തെ ഷംജാസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് സയന്റിസ്റ്റുകൾ ഉണ്ടായത്. ലോകത്ത് മിക്കവാറും എല്ലാ ശാസ്ത്രശാഖകളും എടുത്താൽ ആ ശാസ്ത്രശാഖകളിലെല്ലാം അറബികളുടെ ഒരു വലിയ സംഭാവന നമുക്ക് കാണാൻ സാധിക്കുന്നത് മതം ശാസ്ത്രത്തെയും ഗവേഷണങ്ങളെയും പ്രോത്സാഹിപ്പിച്ചതുകൊണ്ടാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഫാദൽ. ഞാൻ 4th ഇയർ മെക്കാനിക്കൽ TKM കോളേജിൽ പഠിക്കുന്നു. എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുസാറ്റിലെ ക്യാമ്പസ് ഡിബേറ്റ് നടന്നിടത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികൾക്കും ഇടയിൽ മറ വെച്ചത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിട്ടുണ്ടല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ആൺ പെൺ വേർതിരിവിനെ കുറിച്ചുള്ള ഇസ്ലാമികമായ സമീപനം? ഇവിടെ ഒരു വലിയ വിവാദം കഴിഞ്ഞ 2 ദിവസമായിട്ട് നടക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കുസാറ്റിൽ വിസ്ഡം സ്റ്റുഡൻസ് സംഘടിപ്പിച്ചൊരു പ്രോഗ്രാമിൽ ഇവിടെ മറ കെട്ടിയതുപോലെ അവിടെയും ഒരു മറ ഉണ്ടായിരുന്നു. അത് പിന്നീട് വിവാദമായി. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആരാണ് വിവാദമാക്കിയത്? ഞാൻ ആ ഏരിയ പറഞ്ഞു തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. വിവാദമാക്കിയ ആളുകളെല്ലാം
പൊതുവിൽ ഇസ്ലാമിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. മുസ്ലിങ്ങളെ, ആ ഹാൻഡിലുകളുടെ പേരൊന്നും ഇപ്പം ഞാൻ പറയണില്ല, അത് നിങ്ങൾ ഓരോന്നെടുത്ത് അങ്ങനെ തന്നെ മനസ്സിലാവും. എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കി നിരന്തരമായി വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. മറ്റൊരു കച്ചിത്തുരുമ്പ് കൂടി കിട്ടി അതിൻ്റെ പേരിൽ മുസ്ലിങ്ങളെ അറ്റാക്ക് ചെയ്യാം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി ഈ സംഗതി വിവാദമാക്കി കൊണ്ടുവന്നത്. മുൻ DGP അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്നത് വന്നിരുന്നു. അദ്ദേഹം നിരന്തരമായി മുസ്ലിങ്ങളെ പച്ചക്ക് വർഗീയത കേരളത്തിൽ പറയുന്ന ആളാണ്. ഒരു വനിത ഹിന്ദുത്വ വർഗീയവാദം നിരന്തരമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വനിത, അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് എടുത്ത് പരിശോധിച്ചാലും നിരന്തരമായി ഇസ്ലാമിനെതിരെ വർഗീയ വിഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ മിക്കവാറും എടുത്തു നോക്കിയാൽ മതത്തെ വിമർശിക്കാൻ വേണ്ടി എവിടെയെല്ലാം അവസരമുണ്ടാകുന്ന അതൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ ഇതൊരു കച്ചിത്തുരുമ്പായി ഉയർത്തിക്കൊണ്ടുവന്ന് വിമർശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നോക്കൂ, ഈ മറ ഇന്നലെ കുസാറ്റിൽ ആദ്യമായി തുടങ്ങിയതാണോ? ഇത് എല്ലാ കാലത്തും മുസ്ലിങ്ങൾ സ്വീകരിച്ചു വരുന്ന ഒരു രീതിയാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ പുരുഷന്മാർക്കിടയിലെ മിംഗ്ലിംഗ്, അനാവശ്യമായ ഇടകലരൽ എന്നുള്ളത് മതം വിലക്കിയിട്ടുണ്ട്. ഒരു സ്ത്രീക്ക് പുരുഷനെ പരസ്പരം ഒരുമിച്ചിരിക്കാനും തൊടാനും പിന്നെ ആ നിലക്ക് സംസാരിക്കാനുമൊക്കെ അനുവദിക്കപ്പെട്ട ആളുകളുണ്ട്. മഹറമുകൾ എന്നാണ് പറയുക. മഹറം, വിവാഹം നിഷിദ്ധമായ ആളുകൾ, വിവാഹം കഴിക്കാൻ പാടില്ലാത്ത ആളുകൾ. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഉമ്മ, സഹോദരി, മകൾ, അല്ലെ, പിതാവിൻ്റെ സഹോദരിമാർ, മാതാവിൻ്റെ സഹോദരിമാർ, മാതാപിതാക്കളുടെ ഉമ്മമാർ എന്നൊക്കെ പറയുന്ന അടുത്ത ബന്ധത്തിലുള്ള വിവാഹബന്ധം നിഷിദ്ധമായ ആളുകൾ. അവരോട് തുറന്നിടപഴകാം, തുറന്ന് സംസാരിക്കാം, അടുത്തിരിക്കാം, ഒരുമിച്ച് യാത്ര പറയാം, അവർക്ക് കൈ കൊടുക്കാം. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഇത് നിരോധിക്കുകയാണ്, വിലക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഇപ്പോൾ അവിശ്വാസികളുമായി ഒരാൾ മുസ്ലിം ആകും അവരുടെ കൈ പിടിച്ച് പ്രതിജ്ഞയെടുക്കും, ബൈഅത്ത് ചെയ്യും. അപ്പം പുരുഷന്മാർ കൈ പിടിച്ചാണ് ബൈഅത്ത് ചെയ്യുക. സ്ത്രീകൾക്ക് നബി വാക്കാലുള്ള ബൈഅത്താണ് കൊടുക്കുന്നത്. ഒരു അന്യ വിവാഹബന്ധം നിഷിദ്ധമല്ലാത്ത പിന്നെ മഹറമല്ലാത്ത ഒരാളുടെ കൈ ഒരു ശരീരത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ തൊട്ടിട്ടില്ല. എന്തിനീ നിയമം എന്ന് ചോദിച്ചാൽ ഇത് സ്ത്രീയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു സ്ത്രീ സുരക്ഷിതയായിരിക്കുന്നത് തൻ്റെ മഹറമല്ലാത്ത ആളുകളിൽ നിന്ന് ഒരു ആവശ്യമായ അകലം പാലിച്ച്, ഒരാളോട് തീരെ സംസാരിക്കാൻ പാടില്ലെന്നോ മിണ്ടാൻ പാടില്ലോ എന്നൊന്നുമല്ല മതം പറയുന്നത്. തുറന്നിടപഴകാനും തൊട്ടിരിക്കാനും തൊടാനുമുള്ള അധികാരം മതം കൊടുത്തിട്ടില്ല, മതം അനുവദിച്ചിട്ടില്ല. ആ മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ നിയമം ഇവിടെ പാലിച്ചു പോവുകയാണ്. അത് പാലിക്കുമ്പോൾ പുരുഷൻ്റെ പിന്നെ എന്താ പറയുക, ലൈംഗികമായ വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും സ്ത്രീ രണ്ടുപേരുടെയും വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും സ്ത്രീ സുരക്ഷിതയായിരിക്കാനും അവിടെ ഉപകാരപ്പെടും. ആ സംഗതി, അതിൻ്റെ ഒരു റിസൾട്ട് അതാണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, പുരുഷനല്ലേ തെറ്റുകാരൻ, പുരുഷനെയല്ലേ നിയന്ത്രിക്കേണ്ടത്, അല്ലെങ്കിൽ എല്ലാ പുരുഷന്മാരും ആളുകളെങ്ങനെ ഉപദ്രവിക്കുമെന്ന് പറയുന്നത് പുരുഷന്മാരോട് അങ്ങനെ പുരുഷന്മാരെ കുറിച്ച് പറയാൻ പാടുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. പൊതുവിൽ നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ, പുറത്തേക്ക് പോകുമ്പോൾ വീട് പൂട്ടിയിട്ടാണ് പോവുക. അത് നമ്മുടെ അയൽവാസികൾ കള്ളന്മാരായതുകൊണ്ടല്ല, ലോകത്തെ എല്ലാ മനുഷ്യന്മാരും കള്ളന്മാരായതുകൊണ്ടല്ല, ലോകത്ത് കള്ളന്മാരുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഒന്ന്, പുരുഷന്റെ മനഃശാസ്ത്രം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ അടുത്ത സാന്നിധ്യവും ദീർഘമായ സംസാരവും അവന്റെ ഉള്ളിലെ ലൈംഗികതയെ തൊട്ടുണർത്തും. ഒരു യാഥാർത്ഥ്യമാണ്, ഒരു വസ്തുതയാണ്, ലോകത്താർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ അകലം പാലിക്കപ്പെടണം. എന്നാൽ മഹാഭൂരിഭാഗം വരുന്ന ആളുകൾക്കും ഇതിലൊരു നിയന്ത്രണം സാധ്യമാണ്, പിടിച്ചു നിൽക്കാൻ സാധിക്കും. എന്നാൽ ഇത് കഴിയാത്ത ആളുകളും സമൂഹത്തിലുണ്ട്. സ്വാഭാവികമായും സ്ത്രീ ആക്രമിക്കപ്പെടും. ഇന്ന് എത്രയോ അധികം സ്ത്രീ ആക്രമിക്കപ്പെടുന്നതിൻ്റെ കേസുകൾ ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് പലതരത്തിലുള്ള ആളുകളുണ്ട്. ഒരു ബന്ധമില്ലാത്ത ആളുകളുണ്ട്, പ്രണയത്തിൽ ഏർപ്പെട്ട ആളുകളുണ്ട്, ഭയങ്കര അടുത്ത അഫയർ ആയിരുന്നു, കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇവൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് പരാതി പറയുന്നു. മീറ്റു കേസുകൾ നമ്മൾ എത്രയോ കേട്ടതാണ്. ലോകത്ത് വാർത്താ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന്, സിനിമാ മേഖലകളിൽ നിന്ന് അല്ലെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിൽ വലിയ ചർച്ചയായതാണ്. 60ഓളം പേജുകൾ പുറത്തുവിട്ടിട്ടേ ഇല്ല കേരള സർക്കാർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 60-65 പേജ് പുറത്തുവിട്ടിട്ടില്ല.
പുറത്തു വിട്ടാൽ കേരള സിനിമയിലെ, മലയാള സിനിമയിൽ ഒരുപാട് വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീഴും. അവരൊക്കെയാണ് ഈ മിംഗ്ലിങ്ങിനൊക്കെ വേണ്ടി എന്താ കുഴപ്പം, അടുത്തിരുന്നാൽ എന്താ കുഴപ്പം, ഒരുമിച്ച് യാത്ര ചെയ്താൽ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്നത്. അവരുടെ ഉള്ളിലെ നാറിയ കഥകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനവും അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം പറയണത് ഇത് സുരക്ഷിതത്വത്തിന്റെ ഭാഗമാണ്. അതാണ് വിശ്വാസം പഠിപ്പിക്കുന്നത്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം മറകൾ സ്വീകരിച്ച് വിട്ടുനിൽക്കുന്നത്. തീരെ മിണ്ടാനും സംസാരിക്കാനും പാടില്ല എന്നതല്ല, പക്ഷേ ഒരു അകലമുണ്ടാകണം. പരസ്പരം സംസാരിക്കുമ്പോഴുള്ള മര്യാദകൾ മതം പഠിപ്പിച്ചിട്ടുണ്ട്. അത് പാലിച്ചുകൊണ്ടേ ആകാവൂ എന്നതൊക്കെയാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. അതിൽ ചെറിയ ആഡിങ് പറയാനുള്ളത്, നമ്മൾ നേരത്തെ ലിബറലിസത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴേ ഇവിടെയുള്ള കാഴ്ചകളാണ്, നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. പക്ഷേ അതിനൊരു ഐഡിയോളജി ഉണ്ട്, അതിനൊരു ബാക്കിംഗ് ഉണ്ടല്ലോ. ആ ബാക്കിംഗ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ പല ആശയങ്ങൾ ചേർന്നതാണ്. ഇപ്പോൾ LGBT നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അത് വെറുതെ ഉണ്ടായതല്ലല്ലോ. സ്വാഭാവികമായിട്ടും അതിന് പിന്നിൽ ഒരു ബാക്കിംഗ് ഉണ്ട്. ആ ബാക്കിംഗ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഫെമിനിസം എന്ന് പറയുന്ന ഐഡിയോളജിയാണ്. പലപ്പോഴും നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുക ഫെമിനിസം എന്നത് ഒരു പോസിറ്റീവ് സൈഡിൽ മാത്രമായിരിക്കും. സ്ത്രീകൾക്ക് ഇക്വാലിറ്റി വേണ്ടേ? ഇക്വാലിറ്റി വേണം, അതിൽ യാതൊരു സംശയവും നമുക്ക് ആർക്കുമില്ല. അത് നമ്മൾ നിരന്തരമായി സംസാരിക്കുകയും വേണം. ഒരു പക്ഷേ ഇവിടെ ഒരു പാട്രിയാർക്കി വല്ലാതെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ, ഒരു വളരെ കൃത്യമായി പറഞ്ഞാൽ നിലനിൽക്കുന്ന ഒരു ഹയറാർക്കിയിൽ തന്നെ ഈ പറഞ്ഞ പാട്രിയാർക്കി അതിനെ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയിൽ സ്വാഭാവികമായിട്ടും പല അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്നുണ്ട്. ആ നിഷേധിക്കപ്പെടുന്നതിനുള്ള സൊല്യൂഷൻ എന്ത് എന്നൊരു ചോദ്യമാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം മാത്രം പറയാം. ജെന്യുവിൻ ഇഷ്യൂസ്, ഫോൾസ് ഡയഗ്നോസിസ്, ഡിസ്ട്രക്റ്റീവ് സൊല്യൂഷൻസ് നമ്മളതിന് പറയാം. ജെന്യുവിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ത്രീകൾ കുറേ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. മറ്റൊരു ഉദാഹരണം എടുക്കുക, വിവാഹത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. വിവാഹം കഴിച്ച ആളുകൾ ഡൈവേഴ്സ് ആവുന്നുണ്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഫോൾസ് ഡയഗ്നോസിസ്, അവരതിനെ കണ്ടത് വിവാഹത്തിന് എന്തോ പ്രശ്നമുണ്ട്, കല്യാണം എന്ന് പറയുന്നത് പ്രശ്നമുള്ള സാധനമാണ്. ഡിസ്ട്രക്റ്റീവ് സൊല്യൂഷൻ, കല്യാണം തന്നെ വേണ്ട. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും ഈ ഐഡിയോളജികൾ മുന്നോട്ട് പോകുന്നത്. ഫെമിനിസത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫസ്റ്റ് വേവും സെക്കൻഡ് വേവ് ഒക്കെ നമ്മളിങ്ങനെ യൂറോപ്പിൽ ട്രേസ് ചെയ്യുമ്പോൾ അവിടെ സിമോൺ ദ ബോഹർ എന്ന് പറഞ്ഞ ആളെ കാണാൻ നിങ്ങൾക്ക് പറ്റും. സിമോൺ ദ ബോഹർ എന്ന് പറയുന്ന ആള്, അവർ എഴുതിയ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം തന്നെ ഫെമിനിൻ മിസ്റ്റിക് എന്നാണ്. ഫെമിനിൻ മിസ്റ്റിക്കിൽ അവർ പറയുന്ന ചില വാദങ്ങളുണ്ട്. എന്താണെന്നറിയോ? നേരത്തെ പറഞ്ഞല്ലോ സെക്സും ജെൻഡറൊക്കെ വേറെ ആക്കുക എന്ന് പറഞ്ഞല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ സ്ത്രീയും പുരുഷനും എന്ന ദ്വന്ദ്ം തന്നെ ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് മറകെട്ടുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത്. അതെങ്ങനെ സംസാരിക്കുക? അവരുടെ ഭാഷയിൽ സ്ത്രീയും പുരുഷനും ഉണ്ടോ? സ്ത്രീയും പുരുഷനും ഇല്ലാത്ത ലോകത്ത് എന്തിനാ മറ പോയിട്ട് പെങ്ങൾ ഇരിക്കുന്നതിന്റെ ഇടയിൽ വന്നിട്ട് ഒരു പുരുഷൻ സ്ത്രീയാണെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അപ്പോ യഥാർത്ഥത്തിൽ ഇവർ പറയുന്ന വാദഗതി വെച്ച് തന്നെ ഇത് അഡപ്പടലം പാളിപ്പോവും. പക്ഷേ ഇവർ അതിനെയൊക്കെ താൽക്കാലികമായിട്ട് മാറ്റിവെക്കും. എന്നിട്ട് മതത്തിന്റെ വിഷയം എടുക്കുമ്പോൾ അവർ ഈ പറഞ്ഞ ജെൻഡറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൊണ്ടുവരും. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെക്കുക, ഫെമിനിസം ബേസിക്കലി തുടങ്ങിയത് സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി തന്നെയാണ്. പക്ഷെ അത് അവസാനം എത്തിച്ചേർന്നത് അപകടകരമായ ഒരു എൻഡിലേക്ക്. എത്രത്തോളം അറിയാം നിങ്ങൾക്ക്? ഈ ഫെമിനിൻ മിസ്റ്റേക്ക് പോലത്തെ പുസ്തകങ്ങളിൽ സിമോൺ ദ ബോഹർ പറയുന്നത് മാതൃത്വം ഒരു ഭാരമാണ്. എത്രത്തോളം? സ്വന്തം കുഞ്ഞ് സ്വന്തം മുലപ്പാല് കുടിക്കുന്ന സമയത്ത് ഒരു അമ്മയുടെ മാതൃത്വത്തിൽ നിന്നും അവരുടെ മനുഷ്യത്വത്തെ, അവരുടെ മനുഷ്യൻ എന്ന ക്വാളിറ്റിയെ ഊറ്റിയെടുക്കുകയാണെന്നാണ് അവർ പറഞ്ഞത്. ഇത്തരത്തിൽ നീചമായിക്കൊണ്ട് അവർ വിവാഹത്തെയും ഈ പറഞ്ഞ പോലെ തന്നെ ഫെമിനിറ്റിയെയും ഫെമിനിൻ സ്വഭാവത്തെയും എല്ലാം അവിടെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ ഫെമിനിസം അവസാനം എത്തിച്ചേർന്നത്. എന്നിട്ടോ അവർ പറയുന്നത് പുരുഷനോടൊപ്പം മത്സരിക്കലാണ് സ്ത്രീകളുടെ പ്രധാന ഉദ്ദേശം. അതുകൊണ്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി വെക്കുക, ജെൻഡർ ന്യൂട്രൽ ആണെങ്കിൽ നമുക്ക് എന്താ സ്കേർട്ട് ഇട്ട് നടന്നൂടെ? നിങ്ങൾക്കൊക്കെ എന്താ ചുരിദാർ ഇട്ട് നടന്നൂടെ? എന്താ അതിനെപ്പറ്റി ആരും സംസാരിക്കാത്തത്? എന്റെ പാഡ് എടുത്തത് ജെൻഡർ ന്യൂട്രൽ ആവുന്നത്? പെൺകുട്ടികൾ ആൺകുട്ടികൾ തിട്ടാൽ മാത്രമേ ജെൻഡർ ന്യൂട്രൽ ആവുള്ളൂ. ആൺകുട്ടികൾ പെൺകുട്ടികൾ തിട്ടട്ടെ. കേരളത്തിൽ ഭയങ്കര ചർച്ച നടത്തുന്നില്ല എപ്പോഴും. പാൻറ് ഇട്ട എന്താ പ്രശ്നം, ആകാശം ഇടിഞ്ഞു വീഴോ ചോദിക്കുന്നില്ലേ? ഞങ്ങൾ ചോദിക്കുന്നു സ്കേർട്ട് ഇട്ട എന്താ പ്രശ്നം, ആകാശം ഇടിഞ്ഞു വീഴോ? നാളെ മുതൽ നമുക്കൊക്കെ സ്കേർട്ട് ഇട്ട് അടക്കാം. ഞാൻ ഇവിടെ സ്കേർട്ട് ഇട്ട് നല്ല രസം ഉണ്ടാവുമല്ലോ കാണാൻ. ഞാൻ പറയുന്നത് എന്താണ് ഈ ആശയത്തിന്റെ അടിസ്ഥാനം? പുരുഷന്മാരുമായി സ്ത്രീകൾ മത്സരിക്കലാണ് ബേസ്. രണ്ടാമത്തേത്, എപ്പോഴും ഗൈനോസെൻട്രിക് ആയ വിഷയങ്ങൾ, സ്ത്രീകൾ കേന്ദ്രീകരിക്കുന്ന വിഷയങ്ങൾ ഹോട്ട് ടോപ്പിക് ആയിരിക്കും സമൂഹത്തിൽ. അവിടെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണല്ലോ മലപ്പുറത്തെ പെൺകുട്ടികളെ തട്ടമഴിച്ചപ്പോൾ അവർ പുരോഗമിച്ചു എന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പൊളിറ്റീഷ്യൻ പറഞ്ഞു. മറുവശത്ത് മറ്റു ചില ആളുകൾ, ഞാൻ പറയുന്നത് ഇതൊക്കെ ഇങ്ങനെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പറയുന്നത് നിങ്ങൾ ആരും വിചാരിക്കേണ്ട എന്താ മൊത്തം പെൺകുട്ടികളെ കുറിച്ച്. ഈ വിഷയത്തെയാണ് ഇവർ ചർച്ചയിൽ കൊണ്ടുവരുന്നത്. ഇസ്ലാമിന് നേരെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടൂളുകൾ എന്തൊക്കെയാണ്? 1 ഹിജാബാണ്, 2 സ്ത്രീകളുടെ അനന്തര സ്വത്താണ്, 3 പ്രവാചകന്റെ വിവാഹമാണ്, 4 വിവാഹത്തിലെ ദാമ്പത്യ ജീവിതത്തിലെ സ്ത്രീയുടെ അവകാശങ്ങളാണ്. എല്ലാം സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളായിരിക്കും. എന്തേ കാരണം?
അതൊന്നും ന്യായമായതുകൊണ്ടല്ല, മറിച്ച് ഈ വിഷയങ്ങൾ എടുത്തിട്ട് കഴിഞ്ഞാൽ സമൂഹം അതിങ്ങനെ ഹൈപ്പിൽ ഹോട്ട് ടോപ്പിക്കായി ചർച്ച ചെയ്യുന്നവർക്ക് അറിയാം. അതുകൊണ്ട് ഈ സെഷൻ അവസാനിപ്പിക്കുമ്പോൾ ഇത്തരം വ്യത്യസ്തമായ ഐഡിയോളജികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഫെമിനിസം പോലെയുള്ള, ലിബറലിസം പോലെയുള്ള, എത്തീസം പോലെയുള്ള എല്ലാ ചോദ്യങ്ങൾക്ക് മുൻപിലും ധൈര്യസമേതം എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. ഈ കാലഘട്ടം ഒരു മുസ്ലിമിനെ കൊണ്ട് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഈ ചെറുത്തുനിൽപ്പാണ്. തിന്മകളുടെ അണക്കെട്ടിന് നടുവിൽ, തിന്മകളുടെ കുത്തൊഴുക്കിന് നടുവിൽ നന്മയുടെ അണക്കെട്ട് തീർക്കലാണ്. അതുകൊണ്ടാണ് നമ്മുടെ ക്യാമ്പസിൽ ഒരു നല്ല ഐഡന്റിക്കൽ മുസ്ലിമായി മാറാൻ നമുക്ക് സാധിക്കണം എന്ന് പറയുന്നത്. നമ്മൾ ഐഡിയോളജിക്കൽ മുസ്ലിമായ പോരാന്ന് പറയുന്നത്. ഐഡിയോളജിക്കൽ നമ്മൾ മുസ്ലിം ആയിരിക്കും. നമുക്ക് വിവാഹം കഴിക്കുമ്പോൾ മുസ്ലിമുണ്ട്, നമ്മുടെ നിസ്കാരത്തിൽ മുസ്ലിമുണ്ട്, നമ്മുടെ ഇബാദത്തിൽ മുസ്ലിമുണ്ട്, നമ്മുടെ ഇഫ്താർ പാർട്ടിൽ മുസ്ലിമുണ്ട്. പക്ഷേ ഐഡന്റിക്കലി നമ്മൾ മുസ്ലിം ആവുമ്പോൾ നമ്മൾ എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നമ്മൾ എത്തിപ്പെടാൻ പറ്റൂല. അവിടെ DJ പാർട്ടി അടക്കം നമുക്ക് പോവാൻ പറ്റൂല എന്നായി പറയുന്നത്. അവിടെ തോന്നും പോലെ മുടിവെട്ടി നടക്കുന്ന ഒരാളെ മുമ്പിൽ എനിക്ക് ചില മാന്യതകൾ മുടിവെട്ടുമ്പോൾ ഉണ്ട് നമ്മൾ പറയും. ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ എന്തിനപ്പോൾ ഇതിലൊക്കെ എത്ര കണിശതാന്ന് തോന്നുന്ന ആളുകൾ നേരത്തെ പറഞ്ഞൊന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ ഏറ്റവും ആദ്യം ഇതിലൊക്കെ ന്യായീകരിച്ച് അവസാനം എത്തിച്ചേരുക എല്ലാം പൊട്ടിച്ചെറിയുന്ന ഒരു അനാർക്കിയിലേക്കായിരിക്കും. അതുകൊണ്ട് ഈ ഒരു വിഷയം കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്സത്തുള്ളൊരു സമൂഹമായി മാറാൻ, ഫലസ്തീനിനെ കുറിച്ച് ഭയങ്കരമായ വേദന നമുക്കുണ്ട്. ഫലസ്തീനികളുടെ വേദനയിൽ നമുക്കുണ്ടാവേണ്ട തിരിച്ചറിവ് ഇസ്ലാമിൽ ഇസ്സത്ത് കണ്ടെത്താനാണ്. മരണം വരെ പോരാടുന്ന ആ ഫലസ്തീൻ മക്കളുടെ മുമ്പിൽ ഹസ്ബുൻ അല്ലാഹ് എന്ന് പറയുന്ന ആ ചിന്ത വന്നത് ഇസ്ലാം ഐഡന്റിക്കലിയും ഐഡിയോളജിക്കലിയും മനസ്സിൽ ഉറച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അത്തരത്തിൽ ഇസ്ലാമിനെ മുറുകെ പിടിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സെഷന്റെ ഒരു ബാക്കി പത്രം എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് തുടർച്ചയായി വിസ്റ്റം ഗ്ലോബൽ TV-യിൽ ഇത്തരം ചർച്ചകൾ ഒരുപാട് കാണാൻ സാധിക്കും, ഡിബേറ്റുകൾ കാണാൻ സാധിക്കും. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് ചോദിക്കാൻ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ നിങ്ങൾക്ക് DM ചെയ്യാവുന്നതാണ്. അതെല്ലാം കൃത്യമായി റെസ്പോണ്ട് ചെയ്യാനുള്ള ശ്രമം നടത്തുമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.